ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കുവൈറ്റ് സെൻറ് തോമസ് മാർത്തോമ ഇടവകയുടെ 3-ാം ദിനത്തിലെ കൺവെൻഷൻ യോഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണല്ലോ. കഴിഞ്ഞ 2 ദിവസം വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള ആളുകൾ ഈ തിരുവചനം കേൾക്കുകയുണ്ടായി. ഈ തിരുവചനം കേൾക്കുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹമായി തിരുവചന പ്രകാരം ജീവിക്കുവാനും ദൈവം ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ യോഗം പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവമേ, നീ ഞങ്ങളെ സ്നേഹിക്കുന്നു, നീ ഞങ്ങളെ കരുതുന്നു. അതുകൊണ്ടാകുന്നുവല്ലോ ഇപ്പോഴും അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളോട് അവിടുന്ന് ഇടപെടുന്നത്. തിരുവചനം ഞങ്ങൾക്ക് തരുന്നത് നീ ഞങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ. ഞങ്ങളുടെ കർത്താവ് ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട ഇടങ്ങളിൽ മാറ്റം വരുത്തുവാൻ തിരുവചന കേൾവിയിലൂടെ ഞങ്ങളെ സഹായിക്കണമേ. ഇടവക ഒരു കൗദാശിക സമൂഹമാണ്. ഞങ്ങളെല്ലാവരും കർത്താവെ നിന്നാൽ വേർതിരിക്കപ്പെട്ട ശുദ്ധീകരിക്കപ്പെട്ടവരാണ് എന്നുള്ള ചിന്ത എപ്പോഴും ഞങ്ങളെ ഭരിക്കണമേ. എന്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ സമൂഹത്തിൽ അവിടുത്തെ സാക്ഷികളായി നിലകൊള്ളുവാനാണല്ലോ. കർത്താവ് ഇന്നത്തെ വചന കേൾവി അവിടുത്തെ സാക്ഷ്യത്തിനും കർത്താവ് അനേർക്ക് പ്രകാശത്തിനും മുഖാന്തരമായി തീരുവാൻ, അനേർക്ക് നന്മയ്ക്ക് കർത്താവ് കാരണക്കാരായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഇന്നത്തെ കൺവെൻഷൻ യോഗത്തിൻ്റെ ക്രമീകരണങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ ടെക്നിക്കലായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. ദൈവമേ, പല ഇടങ്ങളിൽ നിന്നും പലർ കർത്താവെ ഈ കൺവെൻഷൻ യോഗത്തിൽ ചേരുന്നുണ്ടല്ലോ. കർത്താവെ, നിൻ്റെ വചനം ശുശ്രൂഷിക്കുവാൻ നാട്ടിൽ നിന്നും നിൻ്റെ മകൻ ചേരുന്നു. അതുപോലെ തന്നെ കൊയർ കർത്താവെ ഇടവകയിൽ നിന്ന് പാടുന്നു. അതുപോലെ തന്നെ പല ടെക്നിക്കൽ കാര്യങ്ങൾ ചെയ്യുന്ന, അതിന് നിർദ്ദേശം നൽകുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് നെറ്റിൻ്റെ യാതൊരു പ്രോബ്ലം ഉണ്ടാകാതെ ഏറ്റവും നന്നായി തിരുവചനം എല്ലാവരുടെയും ഹൃദയങ്ങളിൽ എത്തത്തക്ക വേണം, എല്ലാ രാജ്യങ്ങളിലേക്കും എത്തത്തക്ക വേണം ഇന്നത്തെ കൺവെൻഷൻ യോഗം ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിങ്ങിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. യേശു മശിഹായുടെ നാമത്തിലുള്ള പ്രാർത്ഥന ദയപൂർവ്വം കേൾക്കുമാറാകണമേ. ആമീൻ. ഇപ്പോൾ നമ്മുടെ ഇടവക കൺവെൻഷൻ കൊയർ ഗാനങ്ങൾ ആലപിക്കുന്നതാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഗാനശുശ്രൂഷയിൽ കൂടെയും ദൈവവചനങ്ങളിൽ കൂടെയും നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഒരു പടി കൂടി അടുക്കുവാൻ സഹായിച്ച ദൈവത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. ഉന്നതങ്ങളിൽ വസിക്കുന്നവനായ ദൈവമേ, നിൻ്റെ വചനങ്ങളെ ഉള്ളതുപോലെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. പാവനമായ നിൻ്റെ നാമം പാടിപ്പുകഴ്ത്തുവാൻ പാപികളായ ഞങ്ങളെ പരിശുദ്ധന്മാരാക്കണമേ. ശാലോം പാട്ടുപുസ്തകത്തിലെ 166-ാമത്തെ ഗീതം പാടി നമ്മുടെ ഗാനശുശ്രൂഷ ആരംഭിക്കാം. ചൊരിയണമേ കൃപദാസരിന്മേൽ, ഏകിടേണം ആശിഷമായി ഏഴകളിൻ നടുവിൽ, ഏകിടേണം ആശിഷമായി ഏഴകളിൻ നടുവിൽ പാടിപ്പുകഴ്ത്തിടാ ഏകിടേണം ആശിഷമായി ഏഴകളിൻ നടുവിൽ, ഏകിടേണം ആശിഷമായി ഏഴകളിൻ നടുവിൽ
ആശ്രയിപ്പാൻ ആശ്രയിപ്പാൻ ശക്തി നൽകിടുക. നാഥാ ചൊരിയണമേ കൃപദാസരിന്മേൽ. ഏകിടേണം ആശിഷമാരി പേടകളിൻ നടുവിൽ. ഏകിടേണം ആശിഷമാരി പേടകളിൻ നടുവിൽ. ഉന്നതദേവാ നിൻ വചനങ്ങൾ ഉള്ളിലെ കണ്ണുകൾ ഉള്ളപോൽ കാൺമാൻ. ഉള്ളങ്ങളെ ഉണർത്തിടേണേ ഉള്ളങ്ങളെ ഉണർത്തിടേണേ സർവവല്ലഭനേ. നാഥാ ചൊരിയണമേ കൃപദാസരിന്മേൽ. ഏകിടേണം ആശിഷമായി പേടകളിൻ നടുവിൽ. ഏകിടേണം ആശിഷമായി പേടകളിൻ നടുവിൽ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവീൻ. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നീയല്ലാതെ മറ്റാരുമില്ലേ ഈ നാശകരമായ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുവാൻ. ആ നിൻ്റെ ദയയെ സ്തോത്രത്തോടും ബഹുമാനത്തോടും ജ്ഞാനത്തോടും പാടിസ്തുതിക്കുവാൻ, അതിൻ പ്രകാരം ജീവിക്കുവാൻ, നന്മയും വിശുദ്ധിയുമുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ശാലോം പാട്ടുപുസ്തകത്തിലെ 227 പാട്ട് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശു നല്ലവൻ അവൻ വല്ലഭൻ അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ അവൻ വല്ലഭൻ അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. ജ്ഞാനഹോവയ്ക്കായി കാത്തുകാത്തല്ലോ അവനെങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ. ജ്ഞാനഹോവയ്ക്കായി കാത്തുകാത്തല്ലോ അവനെങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നെ കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നെ കയറ്റി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. എൻ്റെ കർത്താവേ എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എൻ്റെ കർത്താവേ എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ
യഹോവ തന്നെ ദൈവം എന്നറിവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. യഹോവയിൽ ആശ്രയിക്കുന്നത് എത്ര മനോഹരം! നമ്മൾക്കായി ഭൂമിയിൽ ഭൗതിക നന്മകൾ ഒരുക്കി നമ്മെ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം സഹായിച്ച ദൈവത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് നന്മതിന്മകളെ അറിഞ്ഞു ജീവിക്കുവാൻ സിയോൻ്റെ നഗരിൽ എത്തിച്ചേരുന്നതിനായി നമുക്ക് പ്രവർത്തിക്കാം, അതിനായി പ്രാർത്ഥിക്കാം. ഷാലോം പാട്ടുബുക്കിലെ 278 പാട്ട് കൂടി പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സേനയിനധിപൻ ദേവനിലതിയായി ആശ്രയമെവനുണ്ടോ? ആയവനേവരിലും അതിതന്നൻ. സേനയിനധിപൻ ദേവനിലതിയായി ആശ്രയമെവനുണ്ടോ? ആയവനേവരിലും അതിതന്നൻ. യാഹിൻ വാസമെന്നധികാമ്യം, വാസമെന്നധികാമ്യം. വാഞ്ചിച്ചു മോഹിക്കുന്നെന്നുള്ളം, ഘോഷിക്കുന്നൻ ഹൃദയം ജഡവും, ഘോഷിക്കുന്നൻ ഹൃദയം ജഡവും. സേനയിനധിപൻ ദേവനിലതിയായി ആശ്രയമെവനുണ്ടോ? ആയവനേവരിലും അതിധന്യൻ. തനിക്കൊരു വീടും വീവൽ പർവ്വതൻ കുഞ്ഞുങ്ങൾക്കായി നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ. ഉരുകിൽ തനിക്കൊരു വീടും വീവൽ പർവ്വതൻ കുഞ്ഞുങ്ങൾക്കായി നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ. നിന്നിരു ബലിപീഠം തന്നെ, ബലിപീഠം തന്നെ. ധന്യർ നിന്നാലയത്തിൽ വസിപ്പോ, നിത്യം സ്തുതിക്കും അവർ നിന്നെ, നിത്യം സ്തുതിക്കും അവർ നിന്നെ. സേനയിനധിപൻ ദേവനിലതിയായി ആശ്രയമെവനുണ്ടോ? ആയവനേവരിലും അതിധന്യൻ. ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോ നിശ്ചയമാണെന്നും താഴ്ച ഭവിക്കുകയില്ലെന്നും. ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോ നിശ്ചയമാണെന്നും താഴ്ച ഭവിക്കുകയില്ലെന്നും. ജീവിതമുള്ളോർ മനസ്സുകളിൽ, ജീവിതമുള്ളോർ മനസ്സുകളിൽ നിർണയമുണ്ടു നിരന്തരമാ. സിയോൻ നഗരിയിൽ പെരുവഴികൾ, സിയോൻ നഗരിയിൽ പെരുവഴികൾ. സേനയിനധിപൻ ദേവനിലതിയായി ആശ്രയമെവനുണ്ടോ? ആയവനേവരിലും അതിധന്യൻ. സേനയിനധിപൻ ദേവനിലതിയായി ആശ്രയമെവനുണ്ടോ? ആയവനേവരിലും അതിധന്യൻ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുമ്പായി 116 സങ്കീർത്തനത്തിലെ 2-3 വാക്യങ്ങൾ വായിച്ചുകൊള്ളട്ടെ. 1 വാക്യം: യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. 12 വാക്യം: യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും. 19: ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുക കഴിക്കും. യഹോവയെ സ്തുതിപ്പിൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. വളരെ പ്രതീക്ഷയോടെ ആരംഭിച്ച 2020, എന്നാൽ നമുക്കൊക്കെയും അറിയാവുന്നതുപോലെ ലോകത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഭാവി എന്ത്, എങ്ങനെ എന്നുള്ള
വലിയ ചോദ്യചിഹ്നങ്ങൾ ഓരോ മനുഷ്യരിലും ഉയർത്തിക്കൊണ്ട് നെടുവീർപ്പിട്ട് തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന ദിനരാത്രങ്ങൾ, COVID-19 എന്ന മഹാമാരി കാരണം ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർ, ജോലി നഷ്ടപ്പെട്ടവർ, സാമ്പത്തിക ബാധ്യതയുടെ നടുക്കയത്തിലേക്ക് എറിയപ്പെട്ടവർ, ആശങ്കയിലായിരിക്കുന്ന മാനവരാശി, നഷ്ടപ്പെട്ടവന് സമാധാനവും ആശ്വാസവും പ്രത്യാശയും അതിൻ്റെ ഉറവിടമായ ക്രിസ്തുവിലൂടെ പകരുവാനായി സാക്രമെൻ്റൽ കമ്മ്യൂണിറ്റിയായി വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവജനം, വിശുദ്ധ ജനമായി വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ, ആരാധനാ സമൂഹമായി വേർതിരിക്കപ്പെട്ടവർ. കഴിഞ്ഞ 2 രാത്രികാലം ബഹുമാനപ്പെട്ട ഷാംപി തോമസ് അച്ഛനുടെയും അഭിമന്യായ യുയാക്കിം മാർ കൂർലോസ് തിരുമേനിയുടെയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് 2020 നമ്മോടൊപ്പം യാത്ര ആരംഭിച്ച അനേകർ, പ്രായം കൂടിയവരും കുറഞ്ഞവരും ഈ സമയത്ത് ലോകത്തിലില്ല എന്ന് ഓർത്തുകൊണ്ട് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ വീണ്ടും ആത്മാർത്ഥമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം മധ്യസ്ഥ അണയ്ക്കാനായിട്ട് വേർതിരിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ നിമിഷം വരെയും നമ്മെ ഓരോരുത്തരെയും നടത്തിയ വഴികളെയും നിർത്തിയ സ്ഥാനങ്ങളെയും നൽകിത്തന്ന അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിൻ്റെ വിശ്വസ്തയും വർണ്ണിക്കുന്നത് നല്ലതാകുന്നു തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ കുറവുകളെ നമുക്ക് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി ഏറ്റുപറയാം. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങൾ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിവിൻ. അനുതാപഹൃദയത്തോടെ മധ്യസ്ഥ അണയ്ക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ. കൺവെൻഷൻ്റെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി വീണ്ടും നമുക്ക് സ്തുതിക്കാം. ഇന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുവാൻ തക്കവണ്ണം നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. വചനം ശുശ്രൂഷിക്കുവാനായി വലിയവനായ ദൈവം ഒരുക്കിയതായ ദൈവദാസന്മാരെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് വീണ്ടും ഉയർത്തി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് വചന ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചിരിക്കുന്ന നമുക്ക് ദൈവം നിയോഗിച്ചതായ പ്രിയ ദൈവദാസനെ ദൈവകരങ്ങളിൽ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇടവകയിലെ സംഘടനകൾക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ജിജി അച്ഛനായി കുടുംബത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇടവക ചുമതലക്കാർക്കായി പ്രാർത്ഥിക്കാം. ഇടവകയിലുള്ള എല്ലാ ഭവനങ്ങൾക്കായും പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. കൺവെൻഷൻ ചുമതലക്കാർക്കായി പ്രാർത്ഥിക്കാം. ഈ ക്രമീകരണങ്ങൾ നമുക്കറിയാം, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നടത്തപ്പെടുന്നതായ ഓൺലൈനിലൂടെ നടത്തപ്പെടുന്നതായ ഇതിൻ്റെ ക്രമീകരണങ്ങൾ വളരെയധികം ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇത്രത്തോളം ഭംഗിയായി നിർവഹിപ്പാൻ തക്കണവരെ പ്രാപ്തരാക്കിയ ദൈവകൃപയ്ക്കായി സ്തോത്രം അർപ്പിച്ചുകൊണ്ടവരെയും കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അഭിമന്യ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനിയുടെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന സഭയെ ദൈവകരങ്ങളിൽ ഉയർത്തിക്കൊണ്ട് ലഭിച്ച നേതൃത്വത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. തുടർന്ന് സഭയെ നയിപ്പാനുള്ള ഏറിയ കൃപ, ദൈവകൃപ അഭിമന്യരായ തിരുമേനിമാർക്ക് നൽകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. സഭയിലെ പട്ടക്കാർക്കായി, സുവിശേഷകർക്കായി, മിഷണറിമാർക്കായി പ്രാർത്ഥിക്കാം. COVID-19 എന്ന മഹാമാരിയുടെ പ്രതിസന്ധിയിലായിരിക്കുന്നവരെ പ്രത്യേകിച്ച് ഓർക്കാം. ഈ മാരിയെ പ്രതിരോധിക്കുവാനായി വാക്സിനും മറ്റ് മെഡിസിൻസ് കണ്ടുപിടിക്കുവാനായി ശ്രമിക്കുന്നവരെ, അതിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. മെഡിക്കൽ ഫീൽഡിലായിരിക്കുന്ന ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫ് ഇവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗികൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ജോലിയില്ലാത്തവരായി, റെസിഡൻസിൻ്റെ വിഷയത്തിൽ ഭാരപ്പെടുന്നവരായി, അങ്ങനെ വിധങ്ങളായ വിഷയങ്ങളിൽ നീറിപ്പുകഞ്ഞ് കഴിയുന്നവരായ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നവരെ പ്രത്യേകം ഓർക്കാം. പ്രായാധിക്യത്തിലായവരെ ഓർക്കാം. പിഞ്ചു കുഞ്ഞുങ്ങളെ, യൗവനക്കാരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബ പ്രതിഷ്ഠ വാരമായി നാം ആചരിക്കുകയാകുന്നുവല്ലോ. കുടുംബങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത പങ്കാളികൾക്കായി, കുഞ്ഞുങ്ങൾക്കൊക്കെയായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളെയും നമ്മോടൊപ്പം ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാജ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ വചന ശുശ്രൂഷ ഒരിക്കലൂടെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഉയർത്താം. ഇവാഞ്ചലിസ്റ്റ് മാത്യു ജോൺ, അനിയൻ വളക്കുഴി സഹോദരൻ ദൈവകരങ്ങളിൽ ഉയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവമേ, സ്വർഗീയപിതാവേ, അവിടുന്ന് അടികൾക്ക് ദാനമായി തന്നതായ ഈ നല്ല രാത്രിക്കായും പ്രത്യേകിച്ച് കൺവെൻഷൻ്റെ ഹല്ലേലൂയ കർത്താവേ, അതേ ലാസ്റ്റ് ദിനമായ ഈ സാഹചര്യത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കാലാകാലങ്ങളിൽ അടിയങ്ങളുടെ ആഗ്രഹവും ആവശ്യവും അറിഞ്ഞു കർത്താവേ,
അവിടുന്ന് അവിടുത്തെ ദാസന്മാരെ അടിയങ്ങൾക്ക് വചനം വിഭാഗിച്ചു തരുവാനായി നിയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം. ആരാധനാ സമൂഹമായി ഈ ദേശത്ത് അടിയങ്ങളെ ആക്കിയിരിക്കുമ്പോൾ കർത്താവെ വിശുദ്ധ ജീവിതം നയിപ്പാൻ ഹല്ലേലൂയ കർത്താവ് അങ്ങേക്ക് യാഗപീഠങ്ങൾ നിർമ്മിച്ചുകൊണ്ട് കർത്താവെ, അതെ ഹല്ലേലൂയ കർത്താവെ, യഹോവ എനിക്ക് ഇത് സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് ഉപകാരം കൊടുക്കും, രക്ഷയുടെ പാനപാത്രം എടുത്ത് അവിടുത്തെ നാമത്തെ വിളിച്ച് ജീവിക്കുമെന്ന് പറയുവാൻ, സ്തോത്രയാഗങ്ങളെ അർപ്പിച്ച് ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേക വിഷയങ്ങൾ ഞങ്ങൾ ആ പാതപീഠത്തിൽ ഇറക്കി വെച്ചല്ലോ. ആ വിഷയങ്ങളൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, ഇതൊന്നും ഞങ്ങൾക്ക് ചുമക്കുവാനായി ത്രാണിയില്ലാത്ത വിഷയങ്ങളാകുന്നു എന്ന് അവിടുന്ന് അറിയുന്നല്ലോ കർത്താവെ. എന്നാൽ നിൻ്റെ ഭാരം എൻ്റെ മേലോട്ട് വെച്ചുകൊള്ളുക, ഞാനത് ചുമക്കാമെന്ന് പറഞ്ഞ കർത്താവെ, തിരുപ്പാദപീഠത്തിലേക്ക് കർത്താവെ ഞങ്ങൾ ഒരു മനസ്സോടെ സമർപ്പിക്കുകയാകുന്നു. ഹല്ലേലൂയ കർത്താവെ, ഹൃദയം പൊട്ടി അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വരുവാനല്ലാതെ വേറൊരു കഴിവ് ഞങ്ങൾക്കില്ലപ്പ. കണ്ണുനീര് തോന്നുന്നവനായ കർത്താവെ, മറുപടിയും വിടുതലും അവിടുത്തെ കരങ്ങളിൽ മാത്രമേ ഉള്ളൂ കർത്താവെ. അത് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ് കർത്താവെ. തുടർന്നും പ്രവർത്തിക്കുവാൻ മതിയായനായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഞങ്ങൾ സമർപ്പിക്കട്ടെ കർത്താവെ. അപ്പോൾ ഇന്നത്തെ ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളുടെ കൺവെൻഷൻ്റെ ഈ ഹല്ലേലൂയ കർത്താവെ മീറ്റിങ്ങിൽ കർത്താവെ, ലോകത്തിൻ്റെ വിവിധങ്ങളായ സ്ഥാനങ്ങളിലിരുന്നു കൊണ്ട് ഓൺലൈനിലൂടെ ഈ കർത്താവെ ഇതിൽ അറ്റൻഡ് ചെയ്യുന്നതായ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയായ കരങ്ങളിലെ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. അവരെയൊക്കെ അവിടുന്ന് വ്യക്തമായും വ്യക്തിപരമായും അറിയുന്ന കാണുന്ന കർത്താവാകിയാൽ നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ കർത്താവ് അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്നതിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് പ്രകാശപൂരിതമായ മുഖത്തോടുകൂടെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പാൻ തക്കോടെ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവക്കായ സ്തോത്രം. തുറന്ന് കർത്താവെ അല്പസമയം ഞങ്ങൾ തിരുപ്പാദപീഠത്തിലിരിക്കട്ടെ. ഹല്ലേലൂയ കർത്താവെ, വചനം ഞങ്ങളോട് ചെന്നമായും ഉചിതമായും വചനത്തിലൂടെ ഞങ്ങൾ ഇടപെടണമേ കർത്താവെ. തിരുസാന്നിധ്യ ബോധത്തിൽ ഞങ്ങളെ ഇരുത്തിക്കൊള്ളണമേ. വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ ഓർത്ത് സ്തുതിക്കുന്നു. പ്രാർത്ഥിപ്പായിരിക്കും അവസരത്തിനായ സ്തോത്രം. പ്രാർത്ഥനയിൽ വന്ന കുറവുകളെ ക്ഷമിക്കണമേ. സകലത് ഞങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമീൻ. കർത്താവിൽ വാത്സല്യമുള്ളവരെ, മൂന്നാമത്തെ കൺവെൻഷൻ യോഗത്തിൽ നമ്മൾ ഭവനങ്ങളിലായിരുന്നു കൊണ്ട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കത്തക്കവണ്ണം ദൈവം തമ്പുരാൻ അവസരം തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ കോവിഡ് പശ്ചാത്തലത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ സാധിക്കുകയില്ല. ഒരുമിച്ച് പഴയതുപോലെ നമുക്ക് ഒരുമിച്ചിരുന്ന് ആരാധിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഈ കോവിഡ് നൽകുന്ന ഒരു വലിയ അനുഗ്രഹം, ഈ കൺവെൻഷൻ യോഗം ലോകത്തെമ്പാടും ഉള്ള ആളുകൾക്ക് ഇത് ശ്രവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മുമ്പ് കാലത്തൊക്കെ പള്ളിയിലുള്ളവർക്ക് മാത്രം ശ്രവിക്കാവുന്നതായിരുന്നെങ്കിൽ ഇന്ന് ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ഈ നവമാധ്യമത്തിലൂടെ ലോകമെമ്പാടുമുള്ള ആളുകൾ ഇത് ശ്രവിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഇന്നത്തെ ഈ യോഗത്തിൽ നമുക്ക് ദൈവവചനം നൽകുന്നത് ഇവാഞ്ചലിസ്റ്റ് മാത്യു ജോൺ, അനിയൻ വാളക്കുഴി ആണ്. പ്രിയപ്പെട്ട സുവിശേഷകൻ മാത്യു ജോൺ ഈ വർഷത്തെ ചുങ്കത്തറ കൺവെൻഷൻ, കഴിഞ്ഞ വർഷത്തെ ചുങ്കത്തറ കൺവെൻഷന് നേതൃത്വം നൽകിയ വ്യക്തിത്വമാണ്. വളരെ അനുഗ്രഹീതനായ ഒരു സുവിശേഷ പ്രസംഗകനാണ് ബഹുമാനപ്പെട്ട ഇവാഞ്ചലിസ്റ്റ് മാത്യു ജോൺ. അനിയൻ വാളക്കുഴി എന്നാണ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം എല്ലാവരും വിളിക്കുന്നത്. പ്രിയപ്പെട്ട മാത്യു ജോൺ സാറിനെ ഇന്ന് നമുക്ക് തിരുവചന ശുശ്രൂഷിക്കാൻ ലഭിച്ചത് ഇടവകയുടെ ഏറെ നന്മയായി ഭാഗ്യമായി കാണുന്നു. പ്രിയപ്പെട്ട മാത്യു ജോൺ ഉപദേശിയെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇന്നത്തെ കൺവെൻഷൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട മിസ്സസ് ഏലിക്കുട്ടി എബ്രഹാം ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വായിക്കുന്നതും കൺവെൻഷൻ കൊയർ ഒരു ഗാനം ആലപിച്ചതിന് ശേഷം ഇവാഞ്ചലിസ്റ്റ് മാത്യു ജോൺ, അനിയൻ വാളക്കുഴി ഇന്നത്തെ സുവിശേഷ പ്രസംഗത്തിന് നേതൃത്വം നൽകുന്നതാണ്. Today's lesson is taken from the first book of Chronicles, chapter 21, verses 19 to 28. ദിനവൃത്താന്തം 1-ാം പുസ്തകം 21-ാം അധ്യായം 19 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ നാമത്തിൽ ഗാദ് പറഞ്ഞ വചനപ്രകാരം ദാവീദ് ചെന്നു. ഒർന്നാൻ തിരിഞ്ഞു ദൂതനെ കണ്ടു, തൻ്റെ 4 പുത്രന്മാരുമായി ഒളിച്ചു. ഒർന്നാൻ കോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദാവീദ് ഒർന്നാൻ്റെ അടുക്കൽ വന്നപ്പോൾ ഒർന്നാൻ നോക്കി ദാവീദിനെ കണ്ടു, കളത്തിൽ നിന്ന് പുറത്തു ചെന്നു ദാവീദിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് ഒർന്നാനോട്, ഈ കളത്തിൻ്റെ സ്ഥലത്ത് ഞാൻ യഹോവയ്ക്കൊരു യാഗപീഠം പണിയേണ്ടതിന് അതെനിക്ക് തരേണം. ബാധ ജനത്തെ വിട്ടുമാറേണ്ടതിന്
നീ അത് മുഴുവിലയ്ക്ക് എനിക്ക് തരേണം എന്ന് പറഞ്ഞു. അതിന് ഒർന്നാൻ ദാവീദിനോട്, അത് എടുത്തുകൊള്ളുക, യജമാനനായ രാജാവിൻ്റെ പ്രസാദം പോലെ ചെയ്തുകൊണ്ടാലും ഇതാ ഞാൻ ഹോമയാഗത്തിന് കാളകളെയും വിറകിന് മെതിവണ്ടികളെയും ഭോജനയാഗത്തിന് കോതമ്പിനെയും തരുന്നു, എല്ലാം ഞാൻ തരുന്നു എന്ന് പറഞ്ഞു. ദാവീദ് രാജാവ് ഒർന്നാനോട്, അങ്ങനെയല്ല, ഞാൻ മുഴുവിലയ്ക്കേ അത് വാങ്ങുകയുള്ളൂ, നിനക്കുള്ളത് ഞാൻ യഹോവയ്ക്കായിട്ട് എടുക്കുകയില്ല, ചെലവ് കൂടാതെ ഹോമയാഗം കഴിക്കുകയുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് ആ സ്ഥലത്തിന് 600 ശേക്കൽ പൊന്ന് ഒർന്നാന് കൊടുത്തു. ദാവീദ് അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു, യഹോവയോട് പ്രാർത്ഥിച്ചു. അവൻ ആകാശത്തിൽ നിന്ന് ഹോമപീഠത്തിന്മേൽ തീ ഇറക്കി അവന് ഉത്തരമരുളി. യഹോവ ദൂതനോട് കൽപ്പിച്ചു, അവൻ തൻ്റെ വാൾ വീണ്ടും ഉറയിലിട്ടു. ആ കാലത്ത് യബൂസ്യനായ ഒർന്നാൻ്റെ കളത്തിൽ വെച്ച് യഹോവ തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളിയെന്ന് ദാവീദ് കണ്ടിട്ട് അവിടെ യാഗം കഴിച്ചു. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവരെ ഉണരുവീൻ. ദുഷ്ടനോട് എതിർത്ത് വിജയം നേടുവീൻ. ക്രിസ്തുവിൻ്റെ മാർഗം പിന്തുടർന്ന യുഗങ്ങൾ വാഴുവാൻ, ക്രിസ്തുവിനെ വീണ്ടും കാണും എന്നുള്ള പ്രത്യാശയിൽ ജീവിക്കുവാൻ ഉണർന്ന് പൊരുതി വിജയം നേടാം. ഈ വർഷവും സെൻറ് തോമസ് കുടുംബാംഗങ്ങളായി കുടുംബദിന ആചരണം നടത്തുവാൻ നമുക്ക് ദൈവം സഹായിച്ച കൃപകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു കുടുംബമായി, ഒരപ്പത്തിൻ്റെ അംശികളായി വീണ്ടും ഈ കുവൈറ്റിൻ്റെ പ്രദേശത്തും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവത്തെ പാടി സ്തുതിക്കുവാനും അവൻ്റെ ഹിതപ്രകാരം ജീവിച്ച് അവൻ്റെ സന്നദ്ധിയിൽ എത്തിച്ചേരുവോളും ദൈവഹിതം എന്താകുന്നുവോ അത് മനസ്സിലാക്കി ജീവിക്കുവാനും നമ്മളെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഒരു പടി കൂടി താണ് ജീവിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈ പാട്ടുപുസ്തകത്തിലെ 274 പാട്ട്, ശാലോം പാട്ടുപുസ്തകത്തിലെ 274 പാട്ട് കൂടി നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സൈന്യമേ ഉണർന്നിടുവിൻ, നാം ജയമെടുത്തു വിരുദു പ്രാപിക്കാം. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, നാം ജയമെടുത്തു വിരുദു പ്രാപിക്കാം. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി ഈ വാർത്തനം വിട്ട് തേജസ്സേറുമ്പുരേ. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി ഈ വാർത്തനം വിട്ട് തേജസ്സേറുമ്പുരേ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുവാൻ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുവാൻ. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറുമ്പുരേ. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറുമ്പുരേ. ക്രിസ്തേശുവിനാൽ കഷ്ടം സഹിച്ചോ, നിത്യയുഗങ്ങൾ വാഴും സ്വർഗ്ഗ സിയോനിൽ. ക്രിസ്തേശുവിനാൽ കഷ്ടം സഹിച്ചോ, നിത്യയുഗങ്ങൾ വാഴും സ്വർഗ്ഗ സിയോനിൽ. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറുമ്പുരേ. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി ഈ പാർത്തലം വിട്ട്
വർദ്ധിച്ചിടുന്നേ. അങ്ങു ചെന്നു കാണുവാനും പ്രിയൻ പൊന്മുഖം യാശയനിൽ വർദ്ധിച്ചിടുന്നേ. അങ്ങു ചെന്നു കാണുവാനും പ്രിയൻ പൊന്മുഖം കേൾക്കാറായി തെങ്കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറുമ്പുരേ. കേൾക്കാറായി തെങ്കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറുമ്പുരേ. ആനന്ദമേ നിത്യാനന്ദമേ കാന്തനോട് വാഴും കാലം എത്രയാനന്ദം. ആനന്ദമേ നിത്യാനന്ദമേ കാന്തനോട് വാഴും കാലം എത്രയാനന്ദം. കേൾക്കാറായി തെങ്കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറുമ്പുരേ. കേൾക്കാറായി തെങ്കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറുമ്പുരേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കുവൈറ്റ് സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ ഈ വർഷത്തെ കൺവെൻഷനിൽ പങ്കുചേരുവാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇടവകയുടെ അനുഗ്രഹീതമായ ശുശ്രൂഷകളെ ഓർക്കുന്നു. നമ്മുടെ ഇടവകയ്ക്ക് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന റവറൻ ജിജി മാത്യു അച്ഛൻ്റെ കുടുംബമായുള്ള ശുശ്രൂഷ നമ്മുടെ ഇടവകയ്ക്ക് അനുഗ്രഹമായി തീരുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കും. ശാന്തമായും ധീരമായുമുള്ള നേതൃത്വം കഴിഞ്ഞ നാളുകളിൽ സഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിറവേറ്റിയ മിഷണറി പട്ടക്കാരൻ എന്ന നിലയിലും ഏറ്റവും ശ്രേഷ്ഠമായി ശുശ്രൂഷ നിറവേറ്റിയ പ്രിയപ്പെട്ട അച്ഛൻ്റെ ശുശ്രൂഷ ഏറ്റവും വിലമതിക്കും. അച്ഛനോടും കുടുംബത്തോടും നന്ദിയും സ്നേഹവും അറിയിക്കും. നമ്മുടെ ഇടവ ചുമതലക്കാരുടെ നേതൃത്വം ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും അനുഗ്രഹമാണല്ലോ. അവരുടെ ശ്രേഷ്ഠമായ ശുശ്രൂഷയെ ഏറ്റവും നന്ദിയോടെ ഓർക്കുകയാണ്. ഈ കൺവെൻഷന്റെ കൺവീനറായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട റജിസ ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യം കാര്യങ്ങൾ തിരക്കി എല്ലാ ക്രമീകരണങ്ങളും ഏറ്റവും ഭംഗിയായി നിറവേറ്റുവാൻ ദൈവം സഹായിക്കുന്നു. പ്രിയപ്പെട്ട റജിസാറിനോട് കുടുംബമായുള്ള നന്ദി അറിയിക്കുകയാണ്. ഇടവയിൽ ഉൾപ്പെടുന്ന എല്ലാ ഭവനങ്ങളെയും ഓർക്കുന്നു. ചില പ്രിയപ്പെട്ടവർ സ്നേഹിതരായി എനിക്ക് ഉണ്ട്. ആ ഇടവാംഗമായിരുന്ന ഇപ്പോൾ വാളക്കുഴി തെല്ലൂർ ശാലയിൽ ഞങ്ങളുടെ ഇടവകയിൽ സജീവമായിരിക്കുന്ന ലാലുചാനെയും നന്ദിയോടെ ഓർക്കുകയാണ്. ഈ വർഷത്തെ കൺവെൻഷന് നേതൃത്വം നൽകുന്ന അഭിമന്യ ഡോക്ടർ യുവാക്കി മാർ കൂർലോസ് തിരുമേനി, സഭയുടെ വരദാനമായ റവറൻ ഡോക്ടർ ഷാംബി തോമസ് അച്ഛൻ എന്നിവരുടെ ശുശ്രൂഷയെ ഏറെ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ വർഷത്തെ കൺവെൻഷന്റെ ധ്യാന വിഷയം പാരിഷ് എ സാക്രമെന്റൽ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. ഇടവക ഒരു കൗദാശിക സമൂഹം എന്നുള്ളതാണ്. അതിനോട് ബന്ധപ്പെടുത്തി ഓർന്നാന്റെ കളവുമായി ബന്ധപ്പെടുത്തി ഒരു കൗദാശിക സമൂഹമായ ഇടവക എങ്ങനെ ആയിരിക്കണമെന്നും ദൈവം എന്താണ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നും നിങ്ങളോട് ചേർന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി വേദവചനം നാം കേട്ടതുപോലെ 1 ദിനവൃത്താന്ത പുസ്തകം 21 അധ്യായം 26 മുതൽ 28 വരെയുള്ള വേദവാക്യം. 1 ദിനവൃത്താന്ത പുസ്തകം 21 അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ദാവീദ് അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അവൻ ആകാശത്തിൽ നിന്ന് ഹോമപീഠത്തിന്മേൽ തീ ഇറക്കി അവന് ഉത്തരമരുളി. യഹോവ ദൂതനോട് കൽപ്പിച്ചു. അവൻ തന്റെ വാൾ വീണ്ടും ഉറയിലിട്ടു. ആ കാലത്ത് യെബൂസ്യനായ ഓർന്നാന്റെ കളത്തിൽ വെച്ച് യഹോവ തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരളി എന്ന് ദാവീദ് കണ്ടിട്ട് അവിടെ യാഗം കഴിച്ചു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവേ,
ഞങ്ങൾക്കൊരുമിച്ച് ഞങ്ങളുടെ ഇടവിടെ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ഒരുമിച്ചായിരിക്കാൻ ദൈവം തമ്പുരാൻ ഇടയാക്കിയതോർത്ത് സ്തുതിക്കും. ഞങ്ങളുടെ ഇടവേക്ക് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ജിജി അച്ഛനെ കുടുംബമായി ഓർക്കുന്നു. ഞങ്ങളുടെ ഇടവയിൽപ്പെട്ട എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവക കൺവെൻഷൻ ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമായി ഭവിക്കുന്നത് ഓർത്ത് സ്ഥാപനം. ഇന്ന് വചനം ശുശ്രൂഷിക്കുന്ന അടിയനോട് കരുണ തോന്നണമേ. നിന്റെ മക്കൾക്ക് അനുഗ്രഹമായി നിർത്തണമേ. മാനവും മഹത്വവും കർത്താവ് നേടിക്കണം. യേശു കർത്താവിന്റെ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. വളരെ പഴയ ഒരു പാട്ടുണ്ട്. കർത്താവ് വിളിക്കുന്നു. പല രാഗങ്ങളിൽ, പല ഭാവങ്ങളിൽ അവൻ വിളികൾ വീണ്ടും തുടരുന്നു. കർത്താവ് വിളിക്കും. കർത്താവിന്റെ വിളിയും നമ്മുടെ തെരഞ്ഞെടുപ്പും വളരെ പ്രാധാന്യമർഹിക്കും. കാലാകാലങ്ങളിൽ ദൈവം തന്റെ ശ്രേഷ്ഠമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്റെ മക്കളെ പാർച്ചൊല്ലി വിളിക്കും. ദൈവത്തിന്റെ ശുശ്രൂഷകരായി തീരുക എന്നുള്ളത് ജീവിതത്തിന്റെ വലിയ ഭാഗ്യമാണ്. ഈ വേദ പശ്ചാത്തലം നമുക്ക് സുപരിചിതമാണ്. യഹൂദ ഗോത്രത്തിൽപ്പെട്ട ബെത്ലഹേമിനായ ഇശായുടെ 8 മക്കളിൽ 8-മനായിരുന്നു ദാവീദ്. ദാവീദിനെ ഇസ്രയേലിലെ ആദ്യത്തെ രാജാവായിരുന്ന ശൗലിനു പകരം ശമൂവേൽ പ്രവാചകൻ കൊമ്പുകൊണ്ട് അഭിഷേകം ചെയ്തു. ദാവീദിന്റെ ഭരണകാലത്ത് ഇസ്രയേൽ രാഷ്ട്രീയ സൈനിക രംഗങ്ങളിൽ ഉത്തുംഗ ശൃംഗങ്ങളിൽ വിരാജിച്ചിരുന്നു. ദാവീദ് എന്ന വാക്കിനർത്ഥം കമാൻഡർ, വീരയോദ്ധാവ് എന്നൊക്കെയാണ്. ദാവീദ് ദൈവത്താൽ നിയോഗിതൻ, ഇസ്രയേലിന്റെ മധുര ഗായകൻ, അതിസമർത്ഥനായ യുദ്ധവീരൻ, കിന്നര വായനയിൽ നിപുണൻ, പവിഴ നിറമുള്ളവൻ, കോമള രൂപി, എത്രയോ ദൈവിക അലങ്കാരങ്ങൾ കൊണ്ട് അലങ്കൃതനാണ് ദാവീദ്. നമുക്കറിയാം, ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്, എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദൈവത്താൽ സാക്ഷ്യം കൊണ്ട ദാവീദ് മാനുഷികമായി ചിന്തിച്ചാൽ ഒരു മനുഷ്യൻ എത്രത്തോളം പാപത്തിലേക്കെടുത്തെറിയപ്പെടുമോ അത്രത്തോളം പാപത്തിലേക്കെടുത്തെറിയപ്പെട്ടവനായിരുന്നു ദാവീദ്. 51-ാം സങ്കീർത്തനത്തിൽ നാം പഠിക്കുന്നുണ്ട്, ദൈവമേ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ജീവിതയാത്രയിൽ തെറ്റുകളും കുറ്റങ്ങളും സ്വാഭാവികമാണ്. എന്നാൽ തെറ്റിനു പിന്നാലെ യാത്ര തുടരുവാനല്ല ദൈവം എന്നെപ്പറ്റി, ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത്. തെറ്റാണെന്ന് ബോധം വരുമ്പോൾ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാനുള്ള ധൈര്യം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. ദൈവവചനം നമ്മോട് വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്, തന്റെ തെറ്റുകളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അത് ഏറ്റുപറയുന്നവന് കരുണ ലഭിക്കും. ഈ നാളുകളിൽ നമ്മുടെ രഹസ്യവും പരസ്യമായ പാപങ്ങൾ മൂടിവെച്ചുകൊണ്ട് യാത്ര തുടരുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അനുതാപ ഹൃദയത്തോടടുത്ത് വന്ന് അനുഗ്രഹത്തോട് മടങ്ങുവാൻ നമുക്ക് സാധിക്കും. ദൈവകൃപയുടെ സാക്ഷ്യത്തിനായി നിയോഗിതനായി ദാവീദ് രാജാവിന്റെ ജീവിതയാത്രയിൽ അനുതാപത്തോടടുത്ത് വന്ന് അനുഗ്രഹത്തോടും മടങ്ങുവാൻ എത്രയോ മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കി കൊടുത്തു. വീണ്ടും ദാവീദിന്റെ യാത്രയിലെ ഒരു അപജയമാണ് ഇന്നത്തെ വേദഭാഗത്ത് നാം കാണുന്നത്. 21-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, അനന്തരം സാത്താൻ ഇസ്രയേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രയേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. നമുക്കും ചിലപ്പോഴൊക്കെ ചില തോന്നലുകൾ ഉണ്ടാകും. നല്ല തോന്നലുകൾ നമ്മെ നന്മയിലേക്ക് നയിക്കുമ്പോൾ തെറ്റായ തോന്നലുകൾ നമ്മെ നാശത്തിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇത് ദൈവികമാണോ പൈശാചികമാണോ എന്നുള്ള വ്യക്തത നമുക്കുണ്ടാകും. ഈ ലോകത്തിൽ എത്രയോ ഭക്തന്മാരായവരെ തകർത്ത് കളയുവാൻ സാത്താന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മെ തകർക്കുവാനും അവന് അധികം ബുദ്ധിമുട്ട് ഉണ്ടാവേണ്ടി വരില്ല. എഫെസ്യ ലേഖനം 6-ാം അധ്യായം
അതിന്റെ 11-ാം വാക്യത്തിൽ നാം കാണുന്നു, സാത്താന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. കൊരിന്ത്യ ലേഖനത്തിൽ വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു, 2 കൊരിന്ത്യർ 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവർ അല്ലല്ലോ. ഈ ലോകത്തിലായിരിക്കുന്ന അനേകം ആളുകളെ സാത്താൻ തകർക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കും ദൈവകൃപയിൽ ശരണപ്പെടാം. ഇവിടെ രാജാവ് ഇസ്രായേൽ ജനത്തെ എണ്ണുവാൻ തീരുമാനിക്കുകയാണ്. അധികാരത്തോട് ദാവീദ് രാജാവ് ആജ്ഞ പുറപ്പെടുവിച്ചപ്പോൾ അത് അനുസരിക്കേണ്ടി വരികയാണ്. യോവാബ് അതിന് നിയോഗിതനാകുകയാണ്. യോവാബ് ദേശത്തിന്റെ നാനാഭാഗങ്ങളെ കഴിച്ച് ജനത്തിന്റെ ജനസംഖ്യ എടുക്കുവാൻ നിയോഗിതനാണ്. നമുക്കറിയാം, ജനസംഖ്യയൊക്കെ കൃത്യമായി എടുത്ത് രാജസന്നിധിയിൽ കൊണ്ടുവന്ന് ഇസ്രായേലിൽ ആയുധപാണികൾ 11 ലക്ഷം ആളുകൾ, യഹൂദയിൽ ആയുധപാണികൾ 4,70,000 ആളുകൾ. ഈ ദൗത്യം യോവാബിന് അഹിതമായതുകൊണ്ട് അവർ ലേവി ഗോത്രത്തെയും ബെന്യാമീൻ ഗോത്രത്തെയും ഒഴിവാക്കി. ഇത് ദൈവകോപം ജ്വലിക്കുവാൻ കാരണമായി തീർന്നു. ദാവീദിന്റെ ജീവിതയാത്രയിൽ ദൈവകോപം ജ്വലിച്ചപ്പോൾ മനസ്സിലായി, അയ്യോ, ഞാൻ ചെയ്യരുതാത്ത കാര്യമാണല്ലോ ചെയ്തത്. നാമും ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. ചെയ്യരുത്, അങ്ങനെ പറയരുത്, അങ്ങനെ പ്രവർത്തിക്കരുത്. എത്രയോ നല്ല ഉപദേശങ്ങൾ കേട്ടിട്ടു ഉപദേശങ്ങൾ പാടെ വിസ്മരിച്ച് അനർത്ഥത്തിൽ വീണു കഴിയുമ്പോൾ നിലവിളിച്ചു അനുദപിക്കുന്നവരാണ് നാം. അയ്യോ അച്ഛാ ഓടിവ, അയ്യോ സാറേ പ്രാർത്ഥിക്കും. ഇന്ന് നമ്മുടെ ജീവിതയാത്രയിൽ അനുതാപത്തോടടുത്തു വരുവാൻ ദൈവം അവസരം നൽകുകയാണ്. യഹോവ തന്റെ ദർശകനായ ഗാദ് മുഖാന്തരം ദാവീദിനോട് അരുളിച്ചു, ദാവീദേ, ഏതായാലും ഇതിന് പരിണത ഫലം ഉണ്ട്. ദൈവസന്നിധിയിൽ നിലവിളിച്ചു കരയുന്ന ദാവീദിന് ദൈവം ദൂതൻ മുഖാന്തരം അരുളി ചെയ്യുകയാണ്. 1, ദേശത്ത് 3 സംവത്സരത്തെ ക്ഷാമം. 2, നിന്റെ ശത്രുക്കളെ വാൾ നിന്നെ തുടർന്നെത്തി 3 മാസം ശത്രുക്കളാൽ നാശം ഭവിക്കും. 3, ദേശത്ത് 3 ദിവസക്കാലം യഹോവയുടെ വാളായ മഹാമാരി ഉണ്ടായി. ദേശത്തൊക്കെയും യഹോവയുടെ ദൂതൻ സംഹാരം ചെയ്യും. ദാവീദ് നിലവിളിച്ചു പറയും. 21-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, ഞാനിപ്പോൾ യഹോവയുടെ കയ്യിൽ തന്നെ വീഴട്ടെ, അവന്റെ കരുണ ഏറ്റവും വലിയതല്ലോ, മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴരുത് എന്ന് പറയുകയാണ്. നമുക്കറിയാം, ഏതു പാപിയെയും സ്നേഹിക്കുന്ന സ്നേഹവാനായ കർത്താവ് ദാവീദിനെ പോലും നമുക്കും പറയാം, ദൈവമേ, മനുഷ്യന്റെ കരങ്ങളിൽ അകപ്പെടാൻ എന്നെ അനുവദിക്കരുത്. ദൈവത്തിന്റെ കരത്തിൽ അഭയം തേടാൻ നമുക്കും ഒരുങ്ങാം. താഴോട്ട് പഠിക്കുമ്പോൾ നാം കാണുന്നു, ദേശത്തെ 3 ദിവസത്തെ മഹാമാരിയാൽ 70,000 ആളുകൾ പിടഞ്ഞ് മരിക്കുകയാണ്. ദാവീദ് ഖിന്നനായി തകർന്ന ഹൃദയത്തോട് വേദനയോടുകൂടെ ദൈവസന്നിധിയിൽ നിലവിളിച്ചു പറയുകയാണ്, തെറ്റ് ചെയ്തത് ഞാനാണ്, കുറ്റം ചെയ്തത് ഞാനാണ്. അങ്ങനെയെങ്കിൽ എന്നോടും എന്റെ പിതൃഭവനത്തോടും കണക്കിട്ടുകൊള്ളുക. നമുക്കറിയാം, ദേശം ദുഃഖിക്കുമ്പോൾ ദുഃഖത്തിൽ നിന്ന് മാറി നിൽപ്പാൻ സാധ്യമല്ല. ദാവീദിനെ പോലെ നമുക്കും പറയാം, ദൈവമേ, എന്റെ കുറവുകൾ എന്റെ ഭവനത്തിന് അനുഗ്രഹത്തിന് വിഘാതമാകരുതേ. എന്റെ കുറവുകൾ എന്റെ ഇടവയുടെ അനുഗ്രഹത്തിന് വിഘാതമാകരുതേ. ദൈവമേ, എന്റെ കുറവുകൾ എന്റെ ദേശത്തോടും കണക്കിടരുത് എന്ന് പ്രാർത്ഥിപ്പാൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാം, യഹോവയായ ദൈവം ദൂതൻ മുഖാന്തരം ദാവീദിനോട്, ദാവീദേ, ഇതുകൊണ്ട് തീർന്നില്ല, 70,000 ആളുകൾ പിടഞ്ഞു മരിച്ചു, ഇതുകൊണ്ട് തീർന്നില്ല, ഇനിയും നാശദൂതൻ നാശം വിതയ്ക്കാൻ നിൽക്കുകയാണ്. നമ്മിൽ ഒരാളുടെ തെറ്റ് തലമുറകൾക്കൊരു ശാപമായി തീരാൻ ഒരിക്കലും ഇടയാകരുത്. ഞാൻ പണ്ട് ശുശ്രൂഷ ചെയ്ത ഒരു ഇടവസമൊക്കെ വളരെ പ്രക്ഷുബ്ധമായാണ് നടക്കാറുള്ളത്. പ്രശ്നപരിഹാരത്തിനായി ഭദ്രാസന എപ്പിസ്കോപ്പ തിരുമേനി പല ആവർത്തി ആ ഇടവക സന്ദർശിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഉള്ളപ്പോഴും ഇടവക സംഘത്തിൽ അഭിവന്ദി തിരുമേനി വിശുദ്ധ കുർബാന ശുശ്രൂഷ അനുഷ്ഠിച്ചു. ഇടവക സംഘം ആരംഭിച്ചു. മുൻപിലിരുന്നൊരു ചെറുപ്പക്കാരൻ അല്പം സുഖകരമല്ലാത്ത ഭാഷയിൽ
അല്പം ശബ്ദം ഉയർത്തി സംസാരിച്ചപ്പോൾ തിരുമേനി പറഞ്ഞു, എനിക്ക് ചെവി കേൾക്കാം, ശാന്തമായി നീ സംസാരിച്ചാൽ മതി. വീണ്ടും ശബ്ദം ഉയർത്തി സംസാരിച്ചപ്പോൾ തിരുമേനി അല്പം ക്ഷുഭിതനായി പറഞ്ഞു, നീ ഒന്ന് അടങ്ങിയിരിക്കേ. അപ്പോൾ ആ ചെറുപ്പക്കാരന്റെ പ്രതികരണം, ഞാൻ അടങ്ങിയിരുന്നില്ലെങ്കിൽ തിരുമേനി എന്നോട് എന്ത് ചെയ്യും? വീണ്ടും ഒരു നടപടിക്രമത്തിലേക്ക് പോകാൻ സാധ്യതയെന്ന് കണ്ടപ്പോൾ ആ ചെറുപ്പക്കാരന്റെ പിതാവിന്റെ സഹോദരി മാവി, നല്ലൊരു മാവിയാ, മാവി സഹോദരപുത്രന് കൊടുത്ത സാരോപദേശം, എടാ നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് നീ ഇരുന്നാ മതി, നിന്നെ കെട്ടിത്തൂക്കാനൊന്നും വികാരിക്ക് അനുവാദമില്ല. ആരോഗ്യത്തിന്റെ തിമിർപ്പിൽ, സമ്പത്തിന്റെ അഹങ്കാരത്തിൽ അതേ വാക്കുകൾ ആ ചെറുപ്പക്കാരൻ ആ ഇടവക സംഘത്തിൽ പറയുകയുണ്ടായി. ഇടവക സംഘം ശാന്തമായി പര്യവസാനിച്ചു. ചില നാളുകൾക്ക് ശേഷം ആ ചെറുപ്പക്കാരൻ വിദേശത്ത് ഒരിടവകയിൽ ഒരു സ്ഥലത്ത് ജോലിക്ക് പോവുകയുണ്ടായി. നല്ല ഉന്നതമായ ജോലി, നല്ല മെച്ചമായ ശമ്പളം. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ യാദൃച്ഛികമാകാം ഒരു വാഹനാപകടത്തിൽ ആ ദേശത്തെ ഒരു തദ്ദേശീയന്റെ മരണം ഭവിച്ചു. ഏക മകനെ ജയിലിൽ അടച്ചു. ഏക മകൻ ജയിലിൽ കിടക്കുന്ന അപ്പനും അമ്മയ്ക്കും വലിയ ദുഃഖമായി. മകന്റെ വിടുതലിനായി, വിമോചനത്തിനായി പല വാതിലുകൾ, വഴികൾ തേടിയെല്ലാം അടയ്ക്കപ്പെട്ടു. ചില മാസങ്ങൾ കൂടെ കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞച്ചാ, അവിടുത്തെ ഇത്ര ലക്ഷം രൂപ കെട്ടിവെച്ചാൽ ചിലപ്പോൾ മകന് ജാമ്യം ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പൻ ദീർഘവർഷം വിദേശ ജോലി ചെയ്തവരാണ്. അപ്പൻ സമ്പാദിച്ച വലിയ 2 തോട്ടങ്ങൾ വിറ്റ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന തുക ആ മകന്റെ വിമോചന ദ്രവ്യമായി ആ നാട്ടിലേക്ക് അയച്ചു കൊടുത്തു. ഏതായാലും ചില മാസങ്ങൾക്ക് ശേഷം ആ മകന് ജാമ്യം ലഭിച്ചു. വെളിയിലിറങ്ങിയ മകൻ തെറ്റിൽ നിന്നും തെറ്റിലേക്ക് യാത്ര തുടരുകയാണ്. മോശമായ കൂട്ടുകെട്ട്, മോശമായ പെരുമാറ്റം, മോശമായ ജീവിത ചര്യകൾ, അവൻ കാട്ടിക്കൂട്ടുന്ന ഓരോ ബാധ്യതകൾ തീർക്കാൻ അവന്റെ പിതാവിനോട്, ഡാഡിയോട് വിളിച്ചു പറയും, ഡാഡി എനിക്ക് അടിയന്തരമായി ഇത്ര ലക്ഷം രൂപ അയച്ചു തരണം. ഏക മകനാണ്. അവൻ എന്തെങ്കിലും മടങ്ങി വരുമെന്ന് കരുതി അവന്റെ ബാധ്യതകൾ തീർക്കാൻ ഓരോ പ്രാവശ്യവും പണം അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ വളരെ വേദനയോടുകൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു. ഇന്നും ആ ചെറുപ്പക്കാരൻ ജീവനോടെ ഉണ്ട്. ഒരുപക്ഷെ ഇന്ന് ആ ചെറുപ്പക്കാരന്റെ ജീവൻ നഷ്ടപ്പെട്ട, ഇന്ന് ആ ചെറുപ്പക്കാരനെ അടക്കണമെങ്കിൽ ആ ധനാഢ്യമായ കുടുംബത്തിന് ഇന്ന് സ്വന്തം എന്നു പറയാൻ വീടിനുള്ളിൽ 4 ചുവരിനുള്ളിലുള്ള ഭൂമി ഇടമല്ലാതെ ഈ ലോകത്തിൽ ഒരു തുണ്ട് ഭൂമി പോലും ആ ധനാഢ്യ കുടുംബത്തിനില്ല എന്നത് വളരെ വേദനയോട് ഓർമ്മിപ്പിക്കേണ്ടി വരികയാണ്. ഞാനും നിങ്ങളും ആരാകുന്നു എന്ന്, ഞാനും നിങ്ങളും ആരോടാണ് സംസാരിക്കുന്നതെന്ന്, ഞാനും നിങ്ങളും എവിടെ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് ബോധം എന്നെ ഭരിക്കണം, നമ്മെ ഭരിക്കണം. നമ്മിൽ ഒരാളുടെ തെറ്റ് തലമുറകൾക്ക് ശാപമായി തീരാൻ ഇടയാവരുത്. ദാവീദ് പറയുകയാണ്, ദൈവമേ എന്റെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് എന്റെ ജനത്തിൽ 70,000 ആളുകൾ പിടഞ്ഞു മരിച്ചല്ലോ. ദാവീദ് തീർന്നില്ല. നീ തല ഉയർത്തി നോക്കുക, ആകാശത്തിനും ഭൂമിക്കും മീതെ നാശദൂതൻ നാശം വിതയ്ക്കാൻ നിൽക്കുകയാണ്. ആ നാശദൂതൻ നിൽക്കുന്ന ഓർന്നാന്റെ കളം നീ വിലയ്ക്ക് വാങ്ങി, അവിടെ നീ യഹോവയ്ക്കൊരു യാഗപീഠം പണിയണം. ദാവീദ് രാജാവ് ഓർന്നാന്റെ കളത്തിലേക്ക് പോകുകയാണ്. ഓർന്നാൻ ഒരു കർഷകനാണ്. 4 മിടുമിടുക്കന്മാരായ മക്കൾ. ആ കുടുംബത്തിന്റെ ഏക വരുമാനം കൃഷിയാണ്. ആ ഓർന്നാന്റെ കളത്തിലേക്ക് ചെന്നപ്പോൾ രാജാവിനെ കണ്ട്, നാശദൂതനെ കണ്ട് ഓർന്നാൻ ഭയന്ന് ഓടി ഒളിച്ചു. രാജാവിനെ കണ്ട് രാജസനത്തിലേക്ക് അടുത്ത് വന്ന് രാജാവിനോട്, രാജാവേ അങ്ങ് വന്നതിന്റെ ആഗമന ഉദ്ദേശം വ്യക്തമായി പറഞ്ഞു. ഓർന്നാനെ, ഞാൻ വെറുതെ നിന്റെ കളത്തിലേക്ക് വന്നതല്ല, എന്റെ ദൈവത്തിന്റെ അരുളപ്പാട് നിന്നോട് അറിയിക്കാൻ വന്നതാണ്. എന്താണ് ദൈവത്തിന്റെ അരുളപ്പാട്? നാശം വിതയ്ക്കാൻ വന്ന നാശദൂതൻ മാറി ദേശം വിടുവിക്കപ്പെടണമെങ്കിൽ, നിന്റെ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ, നിന്റെ ദേശം രക്ഷപ്പെടണമെങ്കിൽ എന്റെ ദൈവം എന്നോട് പറഞ്ഞത്, നിന്റെ കളം നീ യഹോവയ്ക്ക് വേണ്ടി വിട്ടുതരണം. ഓർന്നാൻ പറഞ്ഞു, രാജാവേ സ്ഥലം വേണോ?
യാഗത്തിനുള്ള എന്ത് സഹായം വേണോ ഞാൻ ചെയ്തു തരാം. ജീവിതയാത്രയിൽ തന്റെ സ്വന്തം എന്ന് കരുതിയതായ, തന്റെ എല്ലാം എന്ന് കരുതിയതായ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറായപ്പോൾ ദാവീദ് പറയുകയാണ്, ചെലവ് കൂടാതെ ഞാൻ യഹോവയ്ക്ക് യാഗം കഴിക്കുകയില്ല. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, കുഞ്ഞെ, വെറുതെ നിന്റെ സ്ഥലം എന്റെ ദൈവത്തിന് വേണ്ട. 600 ശെക്കൽ പൊന്നു കൊടുത്തിട്ട് ദാവീദ് രാജാവ് ഓർന്നാന്റെ കളം വിലയ്ക്ക് വാങ്ങുകയാണ്. പത്രോസ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നുണ്ട്, ഞാനും നിങ്ങളും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. 1 പത്രോസ് 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു, പൊന്നെ വെള്ളി മുതൽ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ മേൽ ദൈവത്തിന്റെ മുദ്ര പതിക്കപ്പെട്ടവരാണ്, ദൈവത്താൽ നിയോഗിതരാണ് നാം. അതുകൊണ്ട് ദൈവമേ, ഓർന്നാന്റെ കളത്തിൽ ഇറങ്ങിയതായ ദൈവത്തിന്റെ ആത്മാവെ ഞങ്ങളുടെ ഇടയിലും ഇറങ്ങണമെന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഓർന്നാന്റെ കളം വിലയ്ക്ക് വാങ്ങി അവിടെ നിന്നുകൊണ്ട് ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നാം ഇന്ന് വേദഭാഗമായി വായിച്ച് കേട്ടത്. നാം കേട്ടു. ഒന്നാമതായി 21-ാം അധ്യായം 26-ാം വാക്യത്തിൽ നാം വായിച്ചു കേട്ടു, ഓർന്നാന്റെ കളം, ഇറ്റ് ഈസ് എ ഫോം ഓഫ് പ്രേയർ. ഇത് പ്രാർത്ഥനയുടെ കളമാണ്. ആത്മീയ ജീവിതത്തിലെ ജീവരസമാണ് പ്രാർത്ഥന. ദൈവത്തോട് നമുക്ക് പറയാനുള്ളത് പറയാനും ദൈവത്തിന് നമ്മോട് പറയാനുള്ളത് കേൾക്കാനുമുള്ള അവസരമാണ് പ്രാർത്ഥന. പ്രാർത്ഥന പൊരുതി കീഴടങ്ങുവാനുള്ള മാർഗമാണെന്ന് വില്യം ബാർക്ലേ അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രാർത്ഥന എന്നത് ഉച്ചരിച്ചതോ ഉച്ചരിക്കപ്പെടാത്തതോ ആയ ഹൃദയത്തിന്റെ ആഴത്തിലുള്ള അഭിവാഞ്ചി എന്ന് അഭിവന്യ യൂഹാനോൻ തിരുമേനി നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഈ ജീവിതമാകുന്ന കളം ഒരു പ്രാർത്ഥനയുടെ കളമായി മാറണം. പ്രേയർ ഈസ് പവർ. പ്രാർത്ഥന ശക്തിയുള്ളതാണ്. മോർ പ്രേയർ, മോർ പവർ. ലെസ് പ്രേയർ, ലെസ് പവർ. നോ പ്രേയർ, നോ പവർ. എത്രമാത്രം പ്രാർത്ഥനയുണ്ടോ അത്രമാത്രം ശക്തിയുണ്ട്. പ്രാർത്ഥനയില്ലെങ്കിൽ ശക്തിയും അപര്യാപ്തമാകും. പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിഞ്ഞ ഒരു സഭയാണ് മാർത്തോമ സഭ. സഭാ കേസുകളിൽ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ദൈവസന്നിധിയിൽ മുട്ടുകൾ മടക്കി ദൈവസന്നിധിയിൽ നിലവിളിച്ചൊരു സഭയാണ് നമ്മുടെ സഭയെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിഞ്ഞ കുടുംബങ്ങളാണ്. ഒരു കാലത്ത് നമ്മുടെ കുടുംബത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് കുടുംബ പ്രാർത്ഥനയായിരുന്നു. നാം സാധാരണ പാടുന്നൊരു പാട്ടുണ്ട്, പ്രാർത്ഥനയിൽ കാണും ഞാൻ യേശു രാജനെ, പ്രാർത്ഥനയിൽ കാണും ഞാൻ യേശു രാജനെ, ഞാൻ കാണും നിശ്ചയം. വീണ്ടും നാം പാടും, ബൈബിൾ തുറന്നു കാണും ഞാൻ യേശു രാജനെ, ബൈബിൾ തുറന്നു കാണും ഞാൻ യേശു രാജനെ, ഞാൻ കാണും നിശ്ചയം. പ്രാർത്ഥനയിലൂടെ ദൈവവചന പഠനത്തിലൂടെ കാണും എന്ന് പറഞ്ഞ സഭയുടെ അംഗങ്ങളാണ് ഞാനും നിങ്ങളും. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെ ഇരിക്കുന്നുവെന്ന് പ്രിയപ്പെട്ടവരെ നാം നമ്മോട് തന്നെ ചോദിക്കണം. 16 മക്കളുള്ള അമ്മ എപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് തോന്നിയാൽ അപ്പോൾ അമ്മ മുട്ടുകൾ മടക്കും. അമ്മ മുട്ടുകൾ മടക്കുമ്പോൾ കുസൃതിക്കുട്ടന്മാരായ മക്കൾ പറയും, അമ്മ പ്രാർത്ഥിക്കുകയാണ്, നമുക്ക് ശാന്തരാണ്. അമ്മയുടെ പ്രാർത്ഥന കഴിയുമ്പോൾ മക്കൾ വീണ്ടും പഴയ കുസൃതി തരങ്ങളിലേക്ക് മടങ്ങും. അങ്ങനെ പ്രാർത്ഥന കണ്ട് വളർത്തപ്പെട്ട ആ കൊച്ചു 16 മക്കൾ അവർ വളർന്നു വലുതായി. നമുക്കറിയാം, ചരിത്രത്തിന്റെ താളുകൾ ജോൺ വെസ്ലി, ചാൾസ് വെസ്ലി, ശാമുവൽ വെസ്ലി എന്നീ അഭിഷിക്തന്മാരുടെ അമ്മയായി തീരുവാൻ ആ അമ്മയ്ക്ക് ഭാഗ്യം ലഭിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ നാടുകളിൽ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി നിലവിളിക്കാം, ദേശത്തിന് വേണ്ടി കരയാം,
സോദോമിന്റെയും ഗോമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമായപ്പോൾ അബ്രഹാം കൂടാരവാതുക്കലിരുന്ന് നിലവിളിച്ചതുപോലെ ഈ നാളുകളിൽ നമുക്കും നിലവിളിക്കാം. അപ്പോസ്തല പ്രവൃത്തി 1-14 പറയുന്നുണ്ട്, ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുക. സങ്കീർത്തനം 55:17 നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, സങ്കടം ബോധിപ്പിച്ച് കരയുകയാണ്. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ നിലവിളിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നു. തമിഴിൽ മനോഹരമായൊരു പാട്ടുണ്ട്, കർത്തന്മേൽ ഭാരത്തെ വൈത്തുവീട് കലങ്കി തവിക്കാതെ അവനെ ഉന്നേ ആദരിപ്പാർ അതിശയം ചെയ്വാർ. ഇവിടെ ദാവീദ് രാജാവ് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദാവീദ് രാജാവിനോട് നമുക്ക് ചോദിച്ചാൽ, രാജാവേ, അങ്ങ് ഇസ്രായേലിന്റെ രാജാവല്ലേ? അങ്ങ് ഒരു ഭോഷനെ പോലെ, ഒരു ഭ്രാന്തനെ പോലെ ഈ ഗോതമ്പ് കളത്തിൽ നിന്നുകൊണ്ട് നിലവിളിക്കുന്നത് എന്ത്? ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, നമ്മോട് പറയാൻ രാജാവിനൊരു സന്ദേശമുണ്ട്. ഞാൻ ചെയ്ത തെറ്റിന് ഒന്നും അറിയാൻ വയ്യാത്ത എന്റെ ജനങ്ങളിൽ 70,000 ആളുകൾ പിടഞ്ഞു മരിച്ചുവെങ്കിൽ അതിന് കാരണക്കാരൻ ഞാനാണ്. വീണ്ടും നാശദൂതൻ നാശം വിതയ്ക്കാൻ നിൽക്കുകയാണ്. ഞാൻ നിലവിളിക്കുന്നതിന് പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ, ഇനിയും എന്റെ ദേശത്ത്, എന്റെ പ്രജകളിൽ ഒരു കുഞ്ഞു പോലും നശിക്കരുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ഈ പ്രാർത്ഥന ഇതാ, ദൈവമേ, ഞാൻ അറിഞ്ഞ കർത്താവിനെ അറിയാതെ എന്റെ ഭവനത്തിൽ ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെടരുത്. എന്റെ ഇടവകയിൽ ഒരു കുഞ്ഞു പോലും യേശുവിനെ അറിയാതെ നഷ്ടപ്പെടരുത്. എന്റെ ദേശത്ത്, എന്റെ സഭയിൽ ഒരു കുഞ്ഞും യേശുവിനെ അറിയാതെ നഷ്ടപ്പെടരുത്. ആത്മഭാരത്തോട് നിലവിളിക്കാൻ നമുക്ക് സാധിക്കണം. കൗദാശിക സമൂഹമായ ഇടവക ഒരു പ്രാർത്ഥന ഉയരുന്ന ഇടവകയായി രൂപാന്തരപ്പെടണം. അതുകൊണ്ട് ഈ കോവിഡ് വ്യാപനത്തിൽ ലോകം പകച്ചു നിൽക്കുമ്പോൾ കുവൈറ്റ് സെന്റ് തോമസ് മാർത്തോമ ഇടവകയിൽ നമ്മുടെ ശബ്ദം, പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഓർന്നാന്റെ കളം ഇത് പ്രാർത്ഥനയുടെ കളമാണ്. രണ്ടാമതായി നാം ഇവിടെ വായിക്കുന്നുണ്ട്, 21-ാം അധ്യായം തന്നെ 26-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, അവൻ ആകാശത്തിൽ നിന്ന് ഹോമപീഠത്തിന്മേൽ തീ ഇറക്കി. ഇറ്റ് ഈസ് എ ഫാം ഓഫ് ഫയർ. തീ ഇറങ്ങിയതായ കളമാണ് ഓർന്നാന്റെ കളം. ദൈവവും മനുഷ്യനും തമ്മിൽ സമ്പർക്കം നടക്കുന്ന സ്ഥലമായി യാഗപീഠത്തെ കരുതുന്നു. തീ ദൈവ സാന്നിധ്യത്തെ കുറിക്കുന്നു. തീ ശുദ്ധീകരണത്തെ കുറിക്കുന്നു. മരുഭൂമിയിൽ മോശം ഉൾപ്പടർപ്പിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചുവെങ്കിൽ, യെശയ്യാ പ്രവാചകൻ അഗ്നിയാൽ ശുദ്ധീകരണം പ്രാപിച്ചുവെങ്കിൽ, ഇത് ശുദ്ധീകരണത്തിന്റെ പ്രതീകം. ഏത് യാഗത്തിന് മുൻപിലും ശുദ്ധീകരണ യാഗം നടത്തിയിരുന്നതായി ലേവ്യ പുസ്തകത്തിൽ നാം വായിക്കുന്നു. പഴയ നിയമ ചരിത്രത്തിൽ ആകാശ ഹോമപീഠത്തിന്മേൽ തീയിറങ്ങി യാഗം ദഹിപ്പിച്ച് എത്രയോ അനുഭവങ്ങൾ നാം കാണുന്നുണ്ട്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 36 മുതൽ 38 വരെ വായിക്കുമ്പോൾ ഏലിയാവും ബാലും, യഹോവയുടെ പ്രവാചകനായ ഏലിയാവ്, ബാലിന്റെ പ്രവാചകന്മാർ 450. ഏലിയാവ് ഇടിഞ്ഞു കിടന്ന യാഗപീഠം നന്നാക്കി യാക്കോബിന്റെ പുത്രന്മാരുടെ സംഖ്യക്കൊത്തവണ്ണം 12 കല്ലെടുത്ത് യഹോവയുടെ നാമത്തിൽ യാഗം പണിയുകയാണ്. തീ ഇറങ്ങി എന്ന് കാണുമ്പോൾ ശുദ്ധീകരിക്കുകയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ അറിഞ്ഞും അറിയാതെയും എത്രയോ കുറവുകൾ ഉള്ളവരാണ്. ചിലപ്പോൾ പറയാം, പരസ്യമായ കുറവുകളൊന്നും കാണാനില്ല. ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മിൽ എത്രയോ കുറവുകൾ, കോപഭാവം, ദേഷ്യഭാവം, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ കഴിയാത്ത കുറവുകൾ, എത്രയോ കുറവുകൾ, പോരായ്മ. ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കളെ, നമുക്ക് ദൈവത്തോട് പറയാം, ദൈവമേ, എന്നിൽ കുറവുണ്ട്, എന്നിൽ പോരായ്മയുണ്ട്. അങ്ങനെയെങ്കിൽ എന്റെ കുറവുകൾ എന്നെ ഒന്ന് കാട്ടിത്തരണം. ഈ കുറവുകൾ കണ്ട് തെറ്റ് തിരുത്താനുള്ള കൃപ ഇന്ന് രാത്രി ദൈവമേ എനിക്കും നൽകണം. സാധാരണ കൺവെൻഷൻ യോഗത്തിലൊക്കെ മുഴങ്ങിക്കേൾക്കുന്ന ഒരു പാട്ടുണ്ട്, തീ കത്തിക്കാം, എന്നിൽ തീ കത്തിക്കാം. കുവൈറ്റ് സെന്റ് തോമസ് ഇടവക അനുഗ്രഹിക്കപ്പെട്ട കൊയറൊക്കെ ഉണ്ട്. ആ പാട്ടുകളൊക്കെ കേട്ട് ഞങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ തീ കത്തിക്കാൻ ഒട്ടും മോശമല്ല എന്ന് എനിക്കറിയാം. ആ പാട്ട് ഓർമ്മയിൽ വരുമ്പോൾ ഒരു സംഭവം ഓടിയെത്തുകയാണ്. ഞാൻ
സഭയുടെ സുവിശേഷകനായി പലയിടങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 5 വർഷക്കാലം മാരാമൺ കൺവെൻഷന്റെ പന്തൽ നിർമ്മാണത്തിന് ചുമതല വഹിപ്പാൻ സാധിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം മാരാമൺ റിട്രീറ്റ് സെന്ററിന്റെ ചുമതലയിലായിരിക്കാൻ ദൈവം എന്നെ ഇടയാക്കി. മാരാമൺ പന്തൽ നിർമ്മാണത്തിൽ സഹായിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം, മാരാമൺ മഹായോഗത്തിൽ സഭയുടെ ഈ ശുശ്രൂഷയിൽ സർക്കാരിന്റെ വിവിധ മേഖലകളിൽ നിന്ന് സഹായം ലഭിക്കാം. അങ്ങനെ സർക്കാർ തലങ്ങളിൽ ലഭിക്കുന്ന സഹായം ഒക്കെ ഉൾക്കൊണ്ട് അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്കൊക്കെ നന്ദി പറയുന്ന ഒരു പ്രത്യേകം മിക്കവാറും ഒക്കെ വെള്ളിയാഴ്ച നമ്മുടെ സുവിശേഷയുടെ ഷെഡിൽ വെച്ചാണ് അത് ക്രമീകരിക്കാൻ. ആ മീറ്റിംഗിൽ നമ്മുടെ സഭയിലെ ഏതെങ്കിലും ഒരു തിരുമേനിമാര് വന്ന് അവർക്കൊക്കെ നന്ദി പ്രകാശിപ്പിക്കും. അപ്രകാരം ക്രമീകരിക്കപ്പെട്ട മീറ്റിംഗിൽ നമ്മുടെ സഭയുടെ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി ആഗതനായി. അദ്ദേഹത്തിന് മുൻപിൽ 100 കണക്കിന് ആളുകളുണ്ട്. അവരോട് തിരുമേനി പറഞ്ഞു, നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ വർഷത്തെ മാരാമൺ മഹായോഗം നടക്കത്തില്ല. അപ്പോൾ നിങ്ങളുടെ വലിയ സേവനം, നിങ്ങളുടെ വലിയ ശുശ്രൂഷ ഈ സഭ നന്ദിയോടെ ഓർക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം തിരുമേനി പറഞ്ഞു, നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ എനിക്ക് താല്പര്യം. ഞാൻ ഓരോ ഡിപ്പാർട്ട്മെന്റ് പറയുമ്പോൾ നിങ്ങൾ എഴുന്നേൽക്കണം, നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും നിങ്ങൾ പരിചയപ്പെടുത്തും. പോലീസ്, KCB, KSRTC, അങ്ങനെ വിവിധ തലങ്ങൾ. അവസാനം തിരുമേനി പറഞ്ഞു ഫയർഫോഴ്സ്. 13 ആളുകൾ എഴുന്നേറ്റു, അവരുടെ പേരും അവരുടെ സ്ഥലമൊക്കെ പരിചയപ്പെടുത്തി. അത് കഴിഞ്ഞ് തിരുമേനി അവരോട് ചോദിച്ചു, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? അവർ പറഞ്ഞു, തിരുമേനി ചോദിച്ചു. ഞങ്ങളിവിടെ മാരാമൺ മഹായോഗത്തിന് 100,000 ആളുകളിൽ ഇരിക്കാവുന്ന പന്തലാണ് നിർമ്മിക്കുന്നത്. 100,000 ആളുകളിൽ ഇരിക്കാവുന്ന പന്തലിൽ ഞങ്ങളുടെ വിശ്വാസികൾ ഇരുന്നു കൊണ്ടും നിന്നുകൊണ്ടും ഒരേ സ്വരത്തിൽ പാടുന്നൊരു പാട്ടുണ്ട്, തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക. നിങ്ങൾ ആ പാട്ട് കേട്ടിട്ടുണ്ടോ? അവര് പറഞ്ഞു, തിരുമേനി ഞങ്ങൾ ആ പാട്ട് കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ പാട്ട് കേൾക്കുമ്പോൾ ഞങ്ങളുടെ വിശ്വാസികൾ ഇരുന്നു കൊണ്ട് നിന്നുകൊണ്ടും തീ കത്തിക്ക തീ കത്തിക്ക എന്ന് ആർത്തു പാടുമ്പോൾ ഫയർഫോഴ്സുകാരായ നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്? ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ ഫയർ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തോ? ഈ തീ അണയ്ക്കുന്ന ഗൺ എടുത്തോ? അവർ പറഞ്ഞു, ഇല്ല തിരുമേനി, ഞങ്ങൾ എടുത്തില്ല. വീണ്ടും തിരുമേനി വാചാലായി പറഞ്ഞു, ഒരു കാര്യം ബോധ്യമായി, നിങ്ങൾ ഫയർഫോഴ്സുകാർ വെറുതെ ഈ മാരാമൺ യോഗത്തിന് വരുന്നു, വെറുതെ ഈ യോഗത്തിൽ നിന്ന് മടങ്ങിപ്പോകും. നിങ്ങൾക്ക് ഈ കൺവെൻഷനോട് ഒരു കൂറും ഒരു ആത്മാർത്ഥതയും ഇല്ല. അവർ തല കുലുക്കി സമ്മതിച്ചു. അത് കഴിഞ്ഞ് അതിന് ചുമതല വഹിക്കുന്ന ജോൺ സാർ എഴുന്നേറ്റു, തിരുമേനി, കഴിഞ്ഞ 11 വർഷക്കാലം ഈ മാരാമൺ മഹായോഗത്തിന്റെ ഫയർഫോഴ്സിന്റെ ചുമതല ഞാനാണ് വഹിച്ചത്. കഴിഞ്ഞ 11 വർഷക്കാലം ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഒരേ സ്വരത്തിൽ തീ കത്തിക്കാൻ ആർത്തു പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് തിരുമേനി. ഒരു കാര്യം എനിക്ക് ബോധ്യമായി, നിങ്ങളുണ്ടല്ലോ പാടത്തേ ഉള്ളൂ, നിങ്ങൾ കത്തിക്കുന്നവർ അല്ല എന്ന് എനിക്ക് ബോധ്യമായി. ഓർത്തഡോക്സ് സഭാ വിശ്വാസിയായ ജോർസ മാർത്തോമാക്കാരന് ഒരു ചെറിയ സാരോപദേശം കൊടുത്തു, നിങ്ങൾ പാടത്തേ ഉള്ളൂ, നിങ്ങൾ കത്തിക്കുന്നവർ അല്ല. നമ്മുടെയൊക്കെ ഇരിപ്പും നമ്മുടെയൊക്കെ ഭാവവും ഒക്കെ കണ്ടാൽ സ്വർഗത്തിൽ നിറങ്ങി വന്ന വിശുദ്ധ ഗണത്തിൽപ്പെട്ടവരാണ് എന്ന് തോന്നിപ്പോ. എന്നാൽ ഈ ഭക്തി തന്നെയാണോ നമ്മുടെ ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ? ഈ പെരുമാറ്റം തന്നെയാണോ മരുമക്കളോട് ഇടപെടുമ്പോൾ, സംസാരിക്കുമ്പോൾ? നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും തമ്മിൽ എന്തെങ്കിലും അന്തരമുണ്ടോ? അങ്ങനെയെങ്കിൽ, അന്തരമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ നമുക്ക് പറയാം, ദൈവമേ, എന്നിൽ കുറവുണ്ട്, എന്നിൽ കുറ്റങ്ങളുണ്ട്. നിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാകിയാൽ നിന്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. നിനക്ക് ഏറെ പ്രയോജനകരമായ ജീവിതം നയിപ്പാൻ എന്നെ സഹായിക്കണമെന്ന് ഒരു മനസ്സോട് പ്രാർത്ഥിപ്പാൻ പ്രിയപ്പെട്ടവരെ എനിക്കും നമുക്കും സാധിക്കണം. ഓർന്നാന്റെ കളം ഇത് ശുദ്ധീകരണത്തിന്റെ കളമാണ്. നമ്മയും നമ്മുടെ ഭവനങ്ങളെയും നമ്മുടെ ഇടവകയും ഒരു ശുദ്ധീകരണത്തിനായി വിട്ടുകൊടുക്കാൻ സാധ്യമാകട്ടെ. മൂന്നാമതായി നമ്മുടെ കാണുന്നുണ്ട്, ഇറ്റ് ഈസ് എ ഫാം ഓഫ് ആൻസർ. ദാവീദ് പറയുകയാണ്, യഹോവ തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം
മറുപടി ലഭിച്ചതായി കളമാണ് ഓർന്നാന്റെ കളം. ഉത്തരം തന്ന ദൈവത്തെ മറന്നുപോകരുത്. സങ്കീർത്തനം 66:16 നാം വായിക്കുന്നുണ്ട്, സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പി, അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. 66-ാം സങ്കീർത്തനം 19-20 വാക്യങ്ങൾ നാം കാണുന്നു. എന്നാൽ ദൈവം കേട്ടിരിക്കും, എന്റെ പ്രാർത്ഥന ശബ്ദം ശ്രദ്ധിച്ചിരിക്കും. എന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തന്റെ ദയ എങ്കിൽ നിന്നെടുക്കാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളിൽ ഞാനും നിങ്ങളും നിലവിളിച്ചപ്പോൾ നിലവിളിക്കും മറുപടി നൽകിയ ദൈവത്തെ നാം മറന്നുപോകരുത്. ശമൂവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ഹന്നയ്ക്ക് ദൈവം ഉത്തരം അരുളിയെങ്കിൽ. മീഖാ പ്രവാചകൻ 7-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മോട് പറയുന്നുണ്ട്, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. 116-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നാം കാണുന്നു, യഹോവ എന്റെ പ്രാർത്ഥനകളും എന്റെ യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മെ കൈവിടാത്ത കർത്താവ്, അവൻ ഇന്നും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നിലവിളിച്ചാൽ നിലവിളിക്ക് മറുപടി നൽകുന്ന ഒരു ദൈവത്തെയാണ് നാം വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ നിരാശപ്പെടേണ്ട. ലോകം കൊറോണ-19 വ്യാപനത്തിൽ ഭാരപ്പെടുമ്പോൾ, പകച്ചു നിൽക്കുമ്പോൾ, ഇതിന് യാതൊരു സാധ്യതയുമില്ല എന്ന് കരുതിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവപൈതലെ നീ ഭയപ്പെടേണ്ട. ദൈവം കൂടെയുണ്ട്. ഇതിന് നിന്നെ ശക്തീകരിക്കാൻ, നിന്നെ സഹായിക്കാൻ കർത്താവ് കൂടെ ഉണ്ട്. അതുകൊണ്ട് നിലവിളിക്കാൻ, നിശ്ചയമായും അവൻ മറുപടി നൽകുന്നവൻ തന്നെയാണ്. ഞാൻ സഭയുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട തമിഴ്നാട്ടിൽ പൊള്ളാച്ചി മിഷനിൽ ചില വർഷങ്ങൾ പ്രവർത്തിക്കുകയുണ്ടായി. പൊള്ളാച്ചി മിഷൻ എന്ന വളർച്ചയുടെ പടികൾ കയറുന്നു. പൊള്ളാച്ചിയിൽ തന്നെ 15 തമിഴ് മാർത്തോമാ ദേവാലയം. ഇന്ന് ധാരാളം മിഷൻ കേന്ദ്രങ്ങൾ തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്കുണ്ട്. പറമ്പിക്കുളം കേരളമാണെങ്കിലും ആ പറമ്പിക്കുളത്തേക്ക് പോകുന്ന തമിഴ്നാട്ടിൽ വഴിയാണ്. പോകുന്ന വഴിയോരത്തെ 2 പ്രധാന ഗ്രാമങ്ങൾ, ഒന്ന് ആനമല, 2 സേത്തുമല. ചില വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പിന് പോയി. ധന്യനായ CP വിൽസൺ അച്ഛൻ അവിടുത്തെ മിഷണറിയാണ്. അച്ഛനും ധന്യനായ ഡോക്ടർ TT ജോസഫ് ഡോക്ടർ. ഒരു പഴയ ആംബുലൻസ് ആണ് അന്ന് പൊള്ളാച്ചിയുടെ ഏക വാഹനം. 15 സുവിശേഷകരും പ്രിയപ്പെട്ട അച്ഛനും പ്രിയപ്പെട്ട ഡോക്ടറും ഞങ്ങൾ സേത്തുമട് ഗ്രാമത്തിൽ മെഡിക്കൽ ക്യാമ്പ് ഭവന സന്ദർശനമൊക്കെ നടത്തി. നേരം നന്നേ വൈകി. എല്ലാവർക്കും തിരികെ പൊള്ളാച്ചിയിൽ വന്നിട്ട് വേണം ഭവനങ്ങളിലേക്ക്, മിഷൻ സെന്ററുകളിലേക്ക് മടങ്ങിപ്പോകാൻ. ഓടിക്കുന്ന നമ്മുടെ സുവിശേഷകനാണ്. എല്ലാവരും വാനിൽ കയറി സേത്തുമട ഗ്രാമത്തിൽ നിന്ന് ഇറക്കമിറങ്ങി ഇങ്ങോട്ട് അല്പം വേഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ഒരമ്മ എവിടെ നിന്നോ ആ വണ്ടിയുടെ മുമ്പിലേക്ക് ഒരു ഒറ്റ ചാട്ടം. ബ്രേക്ക് കിട്ടാത്ത വാഹനം ഒന്ന് കുലുങ്ങി അവിടെ നിന്നു. ഈ കുലുക്കം കണ്ടപ്പോൾ ഞങ്ങൾക്ക് അല്പം കോപം. വാതിൽ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി ഈ അമ്മയെ അവിടെ പറയാവുന്നതൊക്കെ അങ്ങ് പറഞ്ഞു. ശാന്തമായി ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന അമ്മ, കുപ്പായമിട്ട് നിൽക്കുന്ന അച്ഛൻ, പ്രിയപ്പെട്ട ഡോക്ടർ, പ്രിയപ്പെട്ട സുവിശേഷകരുടെ മുൻപിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അയ്യാ, ജീവിതം മടുത്തയ്യ. എന്താണ് മടുക്കാൻ കാരണം? 2 ആഴ്ച മുൻപ് എന്റെ വയറ്റിൽ ചില അസ്വസ്ഥയുമായി ഞാൻ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി. ഡോക്ടേഴ്സ് പരിശോധിച്ചു. ഡോക്ടേഴ്സ് പറഞ്ഞു, നിന്റെ വയറ്റിൽ നിനക്ക് ക്യാൻസർ. അതിന്റെ ചികിത്സാ വിധികൾ അക്കമിട്ട് നിരത്തി. ഒരു കാര്യം എനിക്ക് ബോധ്യമായി, എന്റെ ഈ ആയുസിലല്ല, അടുത്തൊരായുസിൽ പോലും ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. ആ അമ്മയുടെ വേദന കണ്ടിട്ട് നടു റോഡിൽ 17 ആളുകൾ കരം കോർത്തു പിടിച്ച് അമ്മയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ചു. വിശ്വാസികൾ ഒന്നടങ്കം ഈ അമ്മയെ പ്രാർത്ഥനയിൽ ഓർത്തു.
ഈ അമ്മയെ അമ്പിളിക്ക് ആശുപത്രിയിലേക്ക് അയച്ചു, ഓപ്പറേഷന് വിധേയയാക്കി. സകല ചികിത്സാ ചെലവും മിഷൻ വഹിച്ചു. അമ്മയ്ക്ക് ദൈവം പരിപൂർണമായ സൗഖ്യം നൽകി. ഹല്ലേലൂയ. പരിപൂർണമായ സൗഖ്യത്തോട് സേത്തുമട ഗ്രാമത്തിലേക്ക് മടങ്ങി വന്ന് വിശുദ്ധ സ്നാപനത്തോട് മാർത്തോമാ സഭയുടെ അംഗത്വത്തിലേക്ക് അമ്മ പ്രവേശിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് സേത്തുമട ഗ്രാമത്തിൽ ഒരു മനോഹരമായ തമിഴ് മാർത്തോമാ ദേവാലയം നമുക്കുണ്ട്. ഒരു മനോഹരമായ മിഷൻ ഭവനം സേത്തുമടയിൽ നമുക്കുണ്ട്. ആശയറ്റ അനേകം വിശ്വാസികൾക്ക് ആശാ കേന്ദ്രമായി സേത്തുമട മാർത്തോമാ ദേവാലയം പരിണമിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ജീവിക്കും. ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കളെ, ഏതെങ്കിലും ജീവിതം രോഗത്താലാകാം, ഭാരത്താലാകാം, ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിലാകാം, മക്കളുടെ ഭാവിയെ ഓർത്ത് ഭാരപ്പെടുന്നവരാകാം, പലവിധ ആശങ്കയാൽ ഭാരപ്പെടുന്ന ഏതെങ്കിലും ജീവിതം ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി യാദൃച്ഛികമായി നിങ്ങൾ ഇതിനു മുൻപിൽ ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരല്ല. ഇന്ന് രാത്രി ദൈവത്തിന് നിയോഗപ്രകാരം നിങ്ങൾ എവിടെ ആയിരിക്കുകയാണ്? നിങ്ങളുടെ ഉള്ള അവസ്ഥ അറിയുന്ന, നിങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി നിങ്ങളോട് വ്യക്തിപരമായി പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്തിനു ഭാരപ്പെടണം? എന്തിനു ഭാരപ്പെടണം? എന്തിനു നിരാശപ്പെടണം? വേണ്ട, നിരാശ വേണ്ട, ഭാരം വേണ്ട. നമ്മുടെ ദൈവം ജീവിക്കുന്നു. ഒരു ഭക്തൻ പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് 3 മറുപടിയുണ്ട്. ഒന്നുകിൽ യെസ്, അല്ലെങ്കിൽ നോ, അല്ലെങ്കിൽ വെയിറ്റ്. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ പ്രാർത്ഥന വൈകി എന്നതുകൊണ്ട് നിരാശപ്പെടേണ്ട. ഒരു ഭക്തൻ പറഞ്ഞു, ഡിലേ ഇസ് നോട്ട് ഡിനയൽ, ഡിലേ മീൻസ് ഡബിൾ ബ്ലെസ്സിംഗ്. അല്പം വൈകിയത് കൊണ്ട് നിരാശപ്പെടേണ്ട, അല്പം വൈകിയാൽ ഇരട്ടി അനുഗ്രഹത്തിനാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഭയപ്പെടേണ്ട. ദാവീദ് രാജാവ് ലോകത്തോട് വിളിച്ചു പറയുകയാണ്, അവൻ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മറുപടി തരുന്നൊരു കർത്താവിനെയാണ് നാം വിളിക്കുന്നത്. കോവിഡോ എന്തുമായിക്കൊള്ളട്ടെ, നീ നിലവിളിച്ചാൽ അവൻ മറുപടി നൽകുക തന്നെ ചെയ്യും. സമയപരിമിതി ഞാൻ തിരിച്ചറിയുകയാണ്. തമിഴിൽ മനോഹരമായ പാട്ടുണ്ട്, ഉങ്കൾ ദുഃഖം സന്തോഷമായി മാറും, ഉങ്കൾ കവലകൾ കണ്ണീരെല്ലാം മറൈந்து വിടും, കലങ്കാതെ മകനെ കലങ്കാതെ മകളെ യേശു കൈവിട മാട്ടാർ. ആരൊക്കെ കൈവിട്ടാലും കൈവിടാത്ത കാൽവറിയിലെ സ്നേഹം ഇന്ന് രാത്രി നമ്മോട് പറയുന്നു, കുഞ്ഞെ ഭാരപ്പെടേണ്ട, അവൻ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നവൻ തന്നെയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് കരങ്ങളുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ മാത്രമല്ല, ഈ നാളുകളിലും നമ്മെ ബലപ്പെടുത്തുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കാം. 4ാമതായി നാം ഇവിടെ കാണുകയാണ്, യഹോവ തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളി എന്ന് ദാവീദ് കണ്ടിട്ട് ദാവീദ് അവിടെ യഹോവയ്ക്ക് ഒരു യാഗം കരേറ്റുകയാണ്. യാഗം ഒരു ആരാധനയാണ്. അങ്ങനെയെങ്കിൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് വർഷിപ്പ്. ഇത് ആരാധനയുടെ ഇടമാണ്. നാം ആരാധനാ സമൂഹമാണ്. ആരാധിക്കേണ്ടവനെ ആരാധിക്കേണ്ടതുപോലെ ആരാധിപ്പാൻ നമുക്ക് സാധിക്കണം. ഇവിടെ ഒരു ആരാധന നടക്കണം, സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തും. ചില ദേവാലയത്തിലൊക്കെ ചെല്ലുമ്പോൾ ചില വിശ്വാസികൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ വികാരി അച്ഛന്മാർ ക്ഷോഭത്തോടെ ഇറങ്ങി വന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കണം. വിശുദ്ധാലയത്തിൽ ആരാധനയ്ക്കായി വരുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട്. കണ്ടതും കേട്ടതും പോയതും വാങ്ങിയതും കൊടുത്തതും എന്തെല്ലാം കാര്യങ്ങൾ. എന്നാൽ ഓരോ ആരാധനയ്ക്കായി അടുത്തു വരുമ്പോൾ കണ്ടതും കേട്ടതും പറയാനല്ല. പിന്നെ ദൈവമേ, എന്റെ ആയുസ്സിൽ ഒരു വിശുദ്ധ ദിവസം കൂടെ നിന്റെ ആലയത്തിൽ ആരോഗ്യത്തോട് വരുവാൻ എന്നെ നീ സഹായിച്ചല്ലോ. എന്റെ നാവെടുത്തൊരു സ്തോത്രം പറയാൻ നീ എന്നെ സഹായിക്കുന്നല്ലോ എന്നോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം അർപ്പിക്കാൻ, ഒരു സ്തോത്രയാഗം കരേറ്റുവാൻ നമുക്ക് സാധിക്കണം. വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, വീഥിയുടെ നടുവിൽ
ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജലനദിയും അവൻ എന്നെ കാണിച്ചു. നദിക്കിക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ചു. മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗസൗഖ്യത്തിന് ഉതകുന്നു. 22-ാം അധ്യായം അതിന് 3-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കണ്ട് ആരാധിക്കും. ആരാധന സജീവമാകണമെങ്കിൽ ആരാധിക്കേണ്ടവനെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കാൻ സാധിക്കണം. നമ്മുടെ ആരാധന ജീവിതം എങ്ങനെയുണ്ട്? ഈ ഭാരതത്തിന്റെ മണ്ണിൽ സഭയിലൂടെ നിർവഹിക്കപ്പെടുന്ന പല മിഷൻ കേന്ദ്രങ്ങളിൽ, ദേവാലയങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. നമ്മുടെ വിശ്വാസികളുടെ അകമഴിഞ്ഞ ഉള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന സന്തോഷം, അവരുടെ ആരാധനയിലെ സന്തോഷം കണ്ടാൽ നമുക്ക് അതൊരിക്കലും മറക്കാൻ സാധ്യമല്ല. ആരാധനയെ പറ്റി പറയുന്നത് വർഷിപ്പ് ഈസ് ലുക്കിംഗ് ആസ്, വർക്കിംഗ് ഈസ് ലുക്കിംഗ് ഇൻ, വർക്കിംഗ് ഈസ് ലുക്കിംഗ് ഔട്ട്. ദൈവത്തെ ദർശിക്കുവാൻ, സ്വയം വിശകലനം നടത്തുവാൻ, സമൂഹത്തെ ദർശിക്കുവാൻ ഈ ആരാധനയിലൂടെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകണം. ഇത് ആരാധനയുടെ കളമാണ്. 5-ാമതായി നാം കാണുന്നുണ്ട് 22-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, ഇത് യഹോവയായ ദൈവത്തിന്റെ ആലയം, ഇത് ഇസ്രയേലിന് ഹോമപീഠം എന്ന് ദാവീദ് പറയുകയാണ്. 2 ദിനവൃത്താന്ത പുസ്തകം 3-ാം അധ്യായം അതിന് 1-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, അനന്തരം ശലോമോൻ യെരൂശലേമിൽ തന്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോരിയ പർവ്വതത്തിൽ യെബൂസ്യനായ ഓർന്നാന്റെ കളത്തിങ്കിൽ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിയുവാൻ തുടങ്ങി. നമുക്കറിയാം, ചരിത്ര പശ്ചാത്തലം നമുക്ക് വ്യക്തമാണ്. ഫാം ഹാസ് ബിക്കം ദി ടെമ്പിൾ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ആലയം പണിയുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയ ഇടമാണ് ഓർന്നാന്റെ കളം. ഒരുപക്ഷെ ഒരു ഗോതമ്പ് കളമായി തീരാമായിരുന്ന ഓർന്നാന്റെ കളം ദൈവാലയമായി രൂപാന്തരപ്പെടുകയാണ്. ഓർന്നാന്റെ സമർപ്പണം, അവനുള്ളതെല്ലാം യാഗവസ്തുവെ പോലെ കൊടുക്കുകയാണ്. ഫലദായകമായ ഈ ഓർന്നാന്റെ കളത്തിലാണ് ദൈവത്തിന്റെ ആലയം പണിയപ്പെട്ടതല്ലെങ്കിൽ പണിയപ്പെടേണ്ടത്. നമുക്കറിയാം, ഓർന്നാനോട് ദാവീദ് രാജാവ് എന്ന് പറയണം, ഓർന്നാനെ, ദേശത്തെ നശിപ്പിക്കാൻ നാശദൂതൻ ഇവിടെ നിൽക്കുകയാണ്. എന്റെ ദൈവം എന്നോട് പറഞ്ഞത്, ദേശം വിടുവിക്കപ്പെടണമെങ്കിൽ, നിന്റെ ജനം, നിന്റെ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ നിന്റെ സ്ഥലം നീ ദൈവത്തിന് വിട്ടുകൊടുക്കണം. ഓർന്നാൻ പറഞ്ഞു, രാജാവേ, സ്ഥലം വേണോ? യാഗത്തിനുള്ള എന്ത് സഹായം വേണം ഞാൻ ചെയ്യാം. ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കളെ, നമുക്ക് ഉള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. നിന്നതല്ല ദൈവം നമ്മെ നിർത്തിയത്, നേടിയതല്ല, എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കർത്താവെ, നിന്നേക്കാൾ അധികമായി, എന്റെ യേശുവിനേക്കാൾ അധികമായി ഒന്നിനെയും സ്നേഹിപ്പാൻ, ഒന്നിന്റെയും പിന്നാലെ പോകുവാൻ എന്നെ അനുവദിക്കരുത്. ഗോതമ്പ് കളം ഓർന്നാന്റെ ജീവനാണ്, അപ്പമാണ്, ഏക വരുമാനമാണ്. എല്ലാം കൊടുക്കാൻ തയ്യാറായ ഓർന്നാന്റെ സമർപ്പണം പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരു മാതൃകയാകട്ടെ. നമ്മുടെ ജീവിതയാത്രയിലും കർത്താവിന് വേണ്ടി ജീവിതം വിട്ടുകൊടുക്കാൻ, നമുക്കുള്ളതെല്ലാം കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. വി ആർ അക്കൗണ്ടബിൾ ഫോർ ഗോഡ്. നാം കണക്ക് കൊടുക്കേണ്ടവർ. മിനിസ്ട്രി ഇസ് എ മിനിസ്ട്രി ഓഫ് ഗോഡ്. ഈ ശുശ്രൂഷ ദൈവത്തിന്റെ ശുശ്രൂഷയാണ്. There is no ministry before birth and after death. ജനനത്തിന് മുൻപും മരണത്തിന് ശേഷവും ഒരു ശുശ്രൂഷ നമുക്കില്ല. ഈ സഭ, മാർത്തോമാ സഭ, ഒരു സുവിശേഷ വിഹിത സഭയാണ്.
കഴിഞ്ഞ 128 വർഷക്കാലമായി സഭയുടെ മണ്ണിൽ എത്രയോ ഗ്രാമാന്തരം തോറും കർത്താവിനെ പകർന്നു കൊടുക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. പിതാക്കന്മാര് പാടി പദം പദം ഉറച്ചു നാം ക്രൂശുമേന്തി പോകണം, ജീവനെങ്കിൽ ജീവൻ വെച്ച് ഭാരതം നേടണം. ജീവൻ തന്ന കർത്താവ്, ജീവിതം തന്ന കർത്താവ്, ആ കർത്താവിന്റെ നിയോഗം നമുക്ക് ഏറ്റെടുക്കാം. വചനം പറയും, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവനെ സദ്ഗുണങ്ങൾ ഘോഷിക്കണം. നാം കടക്ക് കൊടുക്കേണ്ടവർ മാത്രമല്ല, ദൈവസനെ നിൽക്കുമ്പോൾ മറുപടി പറയേണ്ടവർ. നിശ്ചയമായും ഈ ബോധം എന്നെയും നമ്മയും ഭരിക്കണം. ഈ വലിയ ദൗത്യത്തിൽ ചുമൽ കൊടുക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. ഓർന്നാനെ പോലെ ഇന്ന് രാത്രി നമുക്കും പറയാൻ സാധിക്കുമോ, കർത്താവേ നിനക്കായി ഇതാ തരുന്നു, നിന്റെ ശുശ്രൂഷയ്ക്കായി ഇതാ തരുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കും. ചില പള്ളിയിൽ ചെല്ലുമ്പോൾ സഭയുടെ ശുശ്രൂഷ സുവിശേഷ വിലയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ പല പ്രിയപ്പെട്ടവരൊക്കെ സന്തോഷത്തോടെ കൊടുക്കാറുണ്ട്. ചിലരുടെ മുഖം വാടി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. നാം കൊടുക്കുന്നതിൽ കൂടെയാണ് നമ്മുടെ സഭയുടെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹത്തോടെ നടക്കുന്നത്. ഞാൻ എന്റെ ശുശ്രൂഷ ആരംഭിച്ചത് സീഹോർ ആശ്രമത്തിന്റെ ഒരു മിഷൻ കേന്ദ്രമായ ദസ്രമൺ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അന്നത്തെ മിഷണറി അച്ഛൻ ധന്യനായ എം എബ്രഹാം അച്ഛൻ പറഞ്ഞു, മാത്യു ജോണെ, ദസ്രമൺ എന്ന് പറയുന്ന ഗ്രാമത്തിൽ പുതിയൊരു വേല ആരംഭിക്കുകയാണ്, അവിടേക്കാണ് പോകേണ്ടത്. 6 കിലോമീറ്റർ അകലെ ഹിരൺ നദിയുണ്ട്, അവിടെ പാലമില്ല, അത് വള്ളത്തിൽ കയറി അക്കരയ്ക്ക് പോകും. പ്രിയപ്പെട്ട അച്ഛനോട് കൂടെ ഞാൻ ദസ്രമൺ ഗ്രാമത്തിലേക്ക് യാത്രയായി. നടന്ന ഗ്രാമത്തിൽ നദിക്കക്കരെ നടന്ന അവിടെ എത്തി. ഇരുട്ടറ പോലൊരു മുറി. അച്ഛൻ പറഞ്ഞു, ഇതാണ് മിഷൻ വീട്. ഞാൻ ചോദിച്ചു, അച്ഛ എങ്ങനെ ഇവിടെ താമസിക്കും? ഞാൻ നാട്ടിൽ നിന്ന് പോയതുകൊണ്ട് എനിക്ക് ഭാഷയുടെ പരിമിതി, ആകെയും പോകുകയും അറിയാവുന്ന ഹിന്ദി, അന്തർ ആനയെന്നും ബാഹർ കുതിരയെന്നും, ആരോട് എന്ത് പറയാൻ? ഭാഷയുടെ പരിമിതിയുണ്ട്. ഭക്ഷണകാര്യങ്ങൾക്ക് പോയപ്പോഴാണ് ഇറച്ചിയോ മീനോ മുട്ടയോ കിട്ടത്തില്ല. ഇത് കഴിക്കാതെ എങ്ങനെ ജീവിക്കുമെന്ന് ആശങ്ക. ജീവനോടുണ്ട് എന്ന് പറയാൻ ഒരു ടെലിഫോൺ സൗകര്യം ഗ്രാമത്തിലില്ല. രോഗം വന്നാൽ ചികിത്സിക്കാൻ ഡോക്ടർ പോയൊരു നേഴ്സ് പോലും ഗ്രാമത്തിലില്ല. ഒരൊറ്റ രാത്രി കൊണ്ട് സമർപ്പണം പൂർത്തിയായി ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഈ ഗ്രാമം എനിക്ക് പറ്റില്ല. ഈ കാലത്ത് പറയാനുള്ള കർവാപ്പസി, എന്നെ വാളക്കുഴിയിലേക്ക് മടക്കി അയക്കണം. ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ കരുണയാണ്. ഒരു രാത്രി എങ്ങനെ നിൽക്കുമെന്ന് ഭാരപ്പെട്ട ഗ്രാമത്തിൽ 8 വർഷക്കാലം പ്രവർത്തിപ്പാൻ ദൈവം തമ്പുരാൻ എന്നെ സഹായിച്ചു. ഇത് രാത്രി വളരെ നന്ദിയോട് പറയുവാൻ സാധിക്കും. ഇന്ന് ആ ഗ്രാമത്തിൽ അനേകം ആളുകൾ ദൈവകൃപയുടെ സാക്ഷ്യം വഹിക്കും. അവിടുത്തെ ആദ്യത്തെ വിശ്വാസിയുടെ മകൻ പ്രിയപ്പെട്ട സുശീൽ കുമാർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിതനായി പഠനം പൂർത്തീകരിച്ച് ഇന്ന് മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷകനായി കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ലുധിയാനയിൽ പ്രവർത്തിപ്പോൾ പ്രിയപ്പെട്ട സുശീൽ ജമ്മു ആൻഡ് കാശ്മീരിൽ പ്രവർത്തിക്കുകയാണ്. ചില മാസങ്ങൾക്ക് മുൻപ് പ്രിയപ്പെട്ട സുശീൽ പ്രവർത്തിക്കുന്ന ജമ്മു കാശ്മീരിൽ പോകാൻ ദൈവം എനിക്കും ഒരു അവസരം നൽകി. യാത്ര ദുഷ്കരമാണ്. അവിടെ കർക്കശമായ പരിശോധന, ദുഷ്കരമായ ജീവിത സാഹചര്യം. മാർത്തോമാ സഭയ്ക്ക് അതിമനോഹരമായ ഒരു മാർത്തോമാ ദേവാലയം നമുക്ക് അവിടെയുണ്ട്. അവിടെ ചില വിശ്വാസ സമൂഹം നമുക്ക് അവിടെയുണ്ട്. പ്രിയപ്പെട്ട സുവിശേഷകരോടുകൂടെ വിശ്വാസികളുടെ ഭവനങ്ങളിൽ ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് എത്രയോ വെല്ലുവിളികളാണ് നമ്മുടെ വിശ്വാസികൾ നേരിടുന്നത്. അവരുടെ ഭവനങ്ങളിലെത്തി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ മുട്ടുകൾ മടക്കി കരങ്ങൾ ഉയർത്തി ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന വിശ്വാസികളുടെ വിശ്വാസം കണ്ടപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു. ദൈവമേ, ഈ മാർത്തോമാ സഭ എത്ര ധന്യമായ സഭയാണ്. ഈ മാർത്തോമാ സഭയുടെ ശുശ്രൂഷകൾ എത്ര ധന്യമാണ്. ഭാരതത്തിന്റെ നെറുകയായ ജമ്മു കാശ്മീർ മുതൽ ഇങ്ങേറ്റം കന്യാകുമാരി വരെ എല്ലാ സംസ്ഥാനങ്ങളിലും ഏറ്റവും ധന്യമായി പ്രവർത്തിക്കുവാൻ ദൈവം തമ്പുരാൻ ഈ സഭയെ സഹായിക്കുമ്പോൾ ഓർന്നാനെ പോലെ നമുക്കും പറയാം, വെല്ലുവിളികളുടെ മധ്യത്തിൽ കർത്താവേ, നിന്റെ ശുശ്രൂഷ ഏറ്റവും ശ്രേഷ്ഠമായി കാണുവാൻ എന്നെ സഹായിക്കണമേ, എന്റെ കുടുംബത്തെ സഹായിക്കണമേ. നമുക്കും നിലവിളിക്കാൻ സാധിക്കണം, നമുക്കും പ്രാർത്ഥിപ്പാൻ സാധിക്കണം. ദൈവമേ,
ഈ ശുശ്രൂഷ ഏറ്റവും ശ്രേഷ്ഠമായി കാണുവാൻ, ഈ ശുശ്രൂഷയുടെ മഹത്വം തിരിച്ചറിയുവാൻ ഞങ്ങളെ കുടുംബമായി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. എൻ്റെ ആയുസ്സിൽ, എൻ്റെ 18-ാമത്തെ വയസ്സിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, 15-ാമത്തെ വയസ്സിൽ കർത്താവിന് വേണ്ടി സമർപ്പിക്കും, 18-ാമത്തെ വയസ്സിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകുവാൻ ദൈവം തമ്പുരാൻ എന്നെ സഹായിച്ചു. കഴിഞ്ഞ പഠനകാലം ഉൾപ്പെടെ കഴിഞ്ഞ 30-ൽ പരം വർഷമായി സഭയുടെ ഒരു എളിയ ശുശ്രൂഷകനായി കർത്താവിന്റെ അയക്കുന്ന ഇടങ്ങളിൽ ഏറ്റവും വിശ്വസ്തമായി പ്രവർത്തിപ്പാൻ ദൈവം തമ്പുരാൻ എന്നെ സഹായിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് രാത്രി നിങ്ങളുടെ മധ്യത്തിൽ ഏറ്റവും സന്തോഷമായി പറയുവാൻ സാധിക്കും, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വിശ്വസ്തനായ ദൈവത്തിന്റെ വിശ്വസ്തദാസന്മാരായി നമുക്കും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ സാധിക്കണം. ഓർന്നാന്റെ സമർപ്പണം, ഓർന്നാനെ പോലെ നമുക്കുള്ളതെല്ലാം കർത്താവെ നിന്റെ ശുശ്രൂഷയ്ക്കായി തരുന്നു എന്ന് പറയുവാൻ സാധിക്കും. ഓതുമ്പ് കളമായി പര്യവസാനിക്കാമായിരുന്ന ഓർന്നാന്റെ കളം നാം വായിച്ചു കേട്ടു. ശലോമോൻ രാജാവ് യെരൂശലേം ദേവാലയം ആ സ്ഥലത്ത് പണിതു. നാം ദൈവത്തിന്റെ മന്ദിരങ്ങളാണ്. പോകാം, ദൈവത്തിന്റെ മന്ദിരങ്ങളായി, ദൈവത്തിന്റെ കരങ്ങളായി, ദൈവത്തിന്റെ കാലുകളായി നമുക്കും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കുവാൻ നമുക്കും സാധിക്കണം. ഇടവക ഒരു കൗദാശിക സമൂഹമാണ്. അങ്ങനെയെങ്കിൽ കൗദാശിക സമൂഹമായ ഇടവകയെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് ഒരു പ്രാർത്ഥനയുടെ ഇടവകയായി തീരാൻ, പ്രാർത്ഥന ഉയരുന്ന ഇടവകയായി തീരാൻ, കുടുംബങ്ങളായി തീരാൻ, വ്യക്തികളായി തീരാൻ നമുക്ക് സാധിക്കണം. ശുദ്ധീകരണത്തിന്റെ കളമായി തീരാൻ നമുക്ക് സാധിക്കണം. മറുപടിയുടെ കളമായി തീരാൻ ഇടവകയായി നമുക്ക് സാധിക്കണം. ആരാധന അർത്ഥവത്തായി തീരുന്ന ഒരു ആത്മീയ ഗ്രഹമായി തീരാൻ നമുക്ക് സാധിക്കണം. മാത്രമല്ല, നമ്മുടെ സമർപ്പണം പൂർത്തിയാകുമോ എന്ന് സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. ഇന്ന് രാത്രി ഓർന്നാനെ പോലെ നമ്മുടെ ജീവിതം ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാൻ. കർത്താവേ, നിന്നതല്ല, നീ ഞങ്ങളെ നിർത്തിയതാണ്, നേടിയതല്ല, എല്ലാം നിന്റെ ദാനം എന്നോർത്ത് ഇന്ന് രാത്രി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം. ദൈവമേ, ഓർന്നാന്റെ കളത്തെ നീ വേർതിരിച്ചതുപോലെ ഞങ്ങളുടെ കുവൈറ്റ് സെന്റ് തോമസ് മാർത്തോമ ഇടവക കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ നിലനിർത്തിയല്ലോ. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവകൃപയുടെ സാക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കണമേ. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, ദൈവം ഞങ്ങളിൽ പ്രതീക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ സമർപ്പണം പൂർത്തീകരിക്കപ്പെടുവാൻ ഇതാ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ മുറ്റുമായി തരുന്നു. കർത്താവേ, നീ ഞങ്ങളെ എടുത്ത് പണിയണമേ. നിനക്ക് പ്രയോജനമുള്ളവരായി ഫലകരമായ ശുശ്രൂഷയ്ക്കായി നിന്റെ നിയോഗം ഏറ്റെടുക്കുവാൻ. കർത്താവേ, പാട്ടുകാരൻ പാടുന്നു, വെറും കൈയായി ഞാൻ രക്ഷകന്റെ അടുത്ത് ചെല്ലുവാൻ ഇടയാവരുത്. വെറും കൈയായി പോകാനല്ല, ഒരു കുഞ്ഞിനോടെങ്കിലും കർത്താവിനെ പറ്റി പറയുവാൻ, ഒരു കുഞ്ഞിനെയെങ്കിലും കർത്താവിന് വേണ്ടി നേടുവാൻ നമ്മെ തന്നെ വിനയപ്പെടുത്താം. കർത്താവെ, നിന്റെ സന്നിധി നിൽക്കേണ്ടവരാണ്, കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്, മാറി നിൽപ്പാൻ തരമില്ല. കർത്താവെ, നിന്റെ സന്നിധിയിൽ ലജ്ജിക്കാതെ നിന്റെ സന്നിധിയിൽ ശ്രേഷ്ഠമായി നിൽപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം. പാപമംഗലമായ ജീവിതത്തെ വിട്ട് ദൈവകൃപയുടെ സാക്ഷ്യത്തിനായി കർത്താവെ മുന്നേറുവാൻ ഞങ്ങളെ ഇതാ മുറ്റുമായി തരുന്നു. കർത്താവെ, എന്തിനു വേണ്ടി അവൻ നമ്മെ വിളിച്ചു? ടു സെർവ്, സേവനത്തിനായി, ടു സഫർ, സഹനത്തിനായി, ടു സാക്രിഫൈസ്, ത്യജിക്കലിനായി. ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. ക്രൂശിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്താം. ജീവൻ തന്ന രക്ഷകൻ, കൽവറിയിൽ യാഗമായി അർപ്പിക്കപ്പെട്ട രക്ഷകൻ ഇന്ന് രാത്രി നമ്മോട് പറയുന്ന, കുഞ്ഞെ, നീയൊന്നും മടങ്ങി വാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു മടങ്ങിലൂനെ ദൈവം പറയാൻ അവസരം തരുമ്പോൾ നമുക്ക് ഇന്ന് രാത്രി കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. കർത്താവെ, നിന്റെ ഹിതം പോലെ ജീവിപ്പാൻ, നിന്റെ ഹിതം പോലെ പ്രവർത്തിപ്പാൻ എന്നെ ഇതാ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു എന്ന് പറയുവാൻ സാധിക്കണം. നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. നമുക്ക് കണ്ണുകളിലേക്കാം. സമർപ്പണത്തിന്റെ ഗാനം ചേർന്ന് പാടാം. എല്ലാ ദൈവമക്കളും ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇരുന്നുകൊണ്ട് വലത് ഈ ഹൃദയത്തോട് മാറോട് അണച്ചു ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം.
താതൻ പേർക്കായി സേവ ചെയ്തതാൽ താതൻ എന്നെ മാനിക്കുവാനായി. താതൻ പേർക്കായി സേവ ചെയ്തതാൽ താതൻ എന്നെ മാനിക്കുവാനായി. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും കിരീടങ്ങളായി. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും കിരീടങ്ങളായി. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടും എന്നുറപ്പുള്ള ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നാളുകളായി ദൈവശബ്ദം കേട്ടിട്ടും ദൈവകരങ്ങളിൽ വിനയപ്പെടുത്താൻ കഴിയാതെ ഏതെങ്കിലും ജീവിതം ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നമുക്കൊരു മടങ്ങി വരവിന് ദൈവം അവസരം നൽകുകയാണ്. ഇന്ന് രാത്രി ദൈവം തമ്പുരാൻ നമ്മെ അവങ്കിലേക്ക് ചേർത്ത് അണയ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്കും നമ്മുടെ സമർപ്പണത്തെ പൂർത്തീകരിക്കാം. ദൈവകരങ്ങളിലേക്ക് മുറുകെ പിടിക്കാം. ദൈവകരങ്ങളിലേക്ക് അർപ്പിക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവേ, ഞങ്ങൾക്കൊരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ, ഇടവയുടെ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ഒരുമിച്ചായിരിക്കാൻ ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം. ഓർന്നാന്റെ കളത്തിലെ പറ്റി ഞങ്ങൾ കേട്ടല്ലോ. കർത്താവേ, ആരാധന സമൂഹമായ ഞങ്ങളെപ്പറ്റി ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? പ്രാർത്ഥനാ ജീവിതമുള്ളവരായി, ശുദ്ധീകരണ ജീവിതമുള്ളവരായി, മറുപടിയുടെ കളങ്ങളായി, ആരാധനയുടെ കളങ്ങളായി, ദൈവത്തിന്റെ മന്ദിരങ്ങളായി ശോഭിപ്പാൻ, ഞങ്ങളുടെ സമർപ്പണം പൂർത്തീകരിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കുന്ന ഓർത്ത് സ്തോത്രം. ഞങ്ങളുടെ ഇടവയ്ക്കായിട്ട് സ്തോത്രം. പ്രിയച്ഛനെ കുടുംബമായി ഓർക്കുന്നു. ഇടവയിൽപ്പെട്ട എല്ലാ കുടുംബങ്ങൾക്കായിട്ട് സ്തോത്രം. തിരുകൃപ ഈ ദിനങ്ങൾ വ്യാപരിച്ചത് ഓർത്ത് സ്തോത്രം. മാനവും മഹത്വവും കർത്താവിന് എടുക്കണം. യേശു കർത്താവിന്റെ നാമത്തിലടിയുള്ള പ്രാർത്ഥന ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്നത്തെ തിരുവചന ശുശ്രൂഷയിലൂടെ ദൈവം നമ്മളോട് ആഴമായി ഇടപെട്ടുവല്ലോ. ഇടവക ഒരു കൗദാശിക സമൂഹം എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രിയപ്പെട്ട മാത്യു ജോൺ സാർ വളരെ ഭംഗിയായി തിരുവചനത്തിൽ നിന്നും ശുശ്രൂഷിച്ചല്ലോ. ഇപ്പോൾ ഇന്നത്തെ തിരുവചന ശുശ്രൂഷയ്ക്ക് ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് പ്രിയപ്പെട്ട മിസ്റ്റർ തോമസ് സി ജോർജ് നേതൃത്വം നൽകുന്നതാണ്. അതിനായിട്ട് പ്രിയപ്പെട്ട തോമസ് കുട്ടിച്ചാനെ ക്ഷണിക്കുന്നു. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയപിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രാവിലെ സമയം മുതൽ ഈ വൈകിയ സമയം വരെയും അവിടുത്തെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്ത് സൗഖ്യത്തോടും സുഖത്തോടും ക്ഷേമത്തോടും കൂടി കർത്താവിൻ്റെ പുണ്യസന്നിധിയിലായിരിക്കാൻ തന്ന സാവകാശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കുന്ന അവിടുത്തെ വചനത്തിൻ്റെ മുൻപാകെ അല്പസമയം താണിരിപ്പാനായിട്ട് തന്ന അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് തരുന്ന അവസരങ്ങൾ അത് ജീവിതത്തിലെ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി അതിനെ ചിലവഴിപ്പാനും കർത്തൃനാമ മഹിമയ്ക്കായി ജീവിപ്പാനും കൂടി ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് അവിടുത്തെ തിരുവചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ. അവിടുത്തെ വലിയ വേലക്കാരെ കർത്താവെ ഞങ്ങളുടെ മധ്യത്തിലൊക്കെ അവിടുന്ന് വിട്ടല്ലോ. തിരുവചനത്തിൽ നിന്നും ആഴമേറിയ സത്യങ്ങളെ കർത്താവെ അടിയങ്ങളുടെ ഹൃദയത്തിലേക്ക് പതിപ്പാൻ തക്കവണ്ണം മക്കൾക്ക് അവിടുന്ന് കൃപ ചെയ്തതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ശിക്ഷാവിധിക്കും കുറ്റത്തിനുമായി തീരാതെ അത് ഞങ്ങളുടെ രക്ഷയ്ക്കും
ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്കും അത് പ്രയോജനപ്പെടുവാനുള്ള ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനങ്ങൾ കർത്താവേ, അത് പറവകൾ വന്ന് കൊത്തിത്തിന്ന് പോകാതെ, അത് മുള്ളിനടിയിൽ വീണു പോകാതെ, അത് പാറസ്ഥലത്ത് വീണു പോകാതെ, കർത്താവെ ഏറ്റവും നല്ല മണ്ണിൽ വീണ് കർത്താവെ 30, 60, 100 മേനി വിളയുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്തു തരുന്ന കൃപകൾ എപ്പോഴും ഓർക്കുവാനും നന്ദിയുള്ളവരായി ജീവിപ്പാനുമുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണല്ലോ കർത്താവെ. അങ്ങോട്ടുള്ള ഭക്തിയിലും ചിന്തയിലും ജീവിപ്പാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു പരിതസ്ഥിതിയിലാകുന്നു ഇപ്പോൾ ലോകം മുൻപോട്ട് കടന്നു പോകുന്നത്. COVID-19 എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ലോകം മുഴുവനും വളരെയധികമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അനേക ലക്ഷം ജനങ്ങൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയും കോടിക്കണക്കിന് ജനങ്ങൾ കർത്താവെ രോഗബാധിതരായി തീരുകയും ചെയ്തു. രാജ്യങ്ങളുടെയും ജനങ്ങളുടെയൊക്കെയും സാമ്പത്തിക സ്ഥിതി വളരെയധികമായ നിലയിൽ കർത്താവെ അത് താഴ്ന്നു പോവുകയും വലിയ പ്രയാസത്തിലൂടെ കടന്നു പോവുകയും അനേക ജീവിതങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്തു. ഉൽപ്പാദന, വ്യാവസായിക, വാണിജ്യ, തൊഴിൽ മേഖലകളൊക്കെയും താളടിയായിരിക്കുന്ന ഈ ഒരു സമയത്ത് കർത്താവെ അവിടുന്ന് ഇടപെടുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ ചര്യകൾക്കൊക്കെയും മാറ്റം വന്നിരിക്കുന്ന ഒരു കാലയളവാകുന്നു. കർത്താവെ അവിടുന്ന് വാസ്തവമായിട്ട് ഇടപെടണമേ. ഈ രോഗത്തിൻ്റെ വൈറസിനെ അവിടുന്ന് നിർവീര്യമാക്കണമേ. അവിടുന്ന് ഈ രോഗത്തെ ശാസിക്കണമേ. അവിടുന്ന് ഈ ദേശത്തേക്ക്, ഈ ലോകത്തിലേക്ക് സൗഖ്യത്തെ അവിടുന്ന് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യത്തെ ഓർക്കുന്നു. കർത്താവെ, ഞങ്ങൾ അധിവസിക്കുന്ന കുവൈറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ കൃപയാൽ ഇന്നുവരെ അവിടെ ഞങ്ങളെ സൂക്ഷിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ സഭയെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഈ നാളുകളിലൂടെ, ഈ സഭയിലൂടെ അവിടുന്ന് ചെയ്ത എല്ലാ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാൾ വഴിയായിട്ട് അവിടുന്ന് നൽകി തന്ന കർത്താവെ നേതൃത്വത്തിനൊക്കെ ഓർത്ത് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഇപ്പോൾ ഞങ്ങളെ സഭയെ ഭരിക്കുന്നവരായ മേൽപ്പട്ടക്കാർക്ക് വേണ്ടി, സുശേഷകർക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതൃകാപരമായ ജീവിതം നയിപ്പാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ തക്കോണം കർത്താവെ അവിടുന്ന് ഈ നാളുകളിൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലം അതിൻ്റെ അന്ത്യത്തിലെത്തിയിരിക്കുന്ന ഈ കാലത്ത് സകല ജനത്തെയും ശിഷ്യരാക്കിക്കൊള്ളുവീനെന്ന് കർത്താവെ തിരുവചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. കർത്താവെ, അതിന് പ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി കർത്താവിൻ്റെ വേലയിൽ ഉത്സുകരായി മുന്നോട്ട് പോകുവാൻ തക്കോണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ടും വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കേട്ട വചനം കർത്താവെ അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങൾക്ക് ശോധന ചെയ്യുവാൻ, കർത്താവെ എന്നോട് സംസാരിച്ച വചനം എൻ്റെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് കൃപ ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയുള്ള ജീവിതം നയിപ്പാൻ അവൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളാൽ ഒന്നും സാധ്യമല്ല. ഞങ്ങളാൽ സാധ്യമാകുന്ന അവിടുത്തെ കൃപയാൽ മാത്രമാകുന്നു. പൂർണ്ണമായിട്ട് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവിൻ്റെ വേലയിൽ ചേർന്നുകൊണ്ട്, കർത്താവെ ഞങ്ങളുടെ ചുരുക്കം നാളുകൾ ഞങ്ങളുടെ മുൻപിലുള്ള ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളൊക്കെ അവിടുന്ന് ക്ഷമിക്കണമേ. കർത്താവെ, ഇന്ന് കർത്താവെ ഈ സൂം മീറ്റിങ്ങിലായിട്ട് കർത്താവെ ഇത്രയും പേർക്ക് കർത്താവെ അവിടുത്തെ വചനം കേൾപ്പാനുള്ള സാവകാശം അവിടുന്ന് ഒരുക്കി തന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ കേട്ട വചനം കർത്താവെ അത് നിറദീപങ്ങളായി ശോഭിപ്പാൻ തക്കവണ്ണം കർത്താവിയോട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണമായി തിരുക്കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കട്ടെ. വചനം പറഞ്ഞ മക്കൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അഭിഷക്തരെ അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കണം. കർത്താവ് അനേകർക്ക് പ്രയോജനപ്പെടുവാൻ തക്കണം. ഈ മക്കളുടെ പ്രവർത്തനത്തെ അവിടുന്ന് ആശീർവദിക്കണം. ഇന്ന് വചനം കേട്ട എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കുകയും ആത്മാവിൽ ബലപ്പെട്ട് ജീവിപ്പാൻ അവിടുന്ന് ഇടയാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ സമാധാനത്തോടെ മടങ്ങുന്നു. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണം, കാത്തുകൊള്ളണം. അവിടുത്തെ കൃപയിൽ സംരക്ഷിക്കണം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു രക്ഷൻ്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ പിതാവേ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കൺവെൻഷൻ യോഗം അതിൻ്റെ സമാപ്തിയിലേക്ക് എത്തുകയാണ്. നമ്മുടെ കൺവെൻഷൻ്റെ ക്രമീകരണങ്ങൾക്കെല്ലാം നിർവഹിച്ചത് നമ്മുടെ യോഗത്തിൻ്റെ, പ്രത്യേകിച്ചും ഇതിൻ്റെ കൺവീനറായി പ്രവർത്തിച്ച മിസ്റ്റർ ജോൺ വർഗീസാണ്. ഇടവക കമ്മിറ്റി
ഈ ചുമതല ഏൽപ്പിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ ആ ചുമതല ഏൽക്കുകയും ഇതിൻ്റെ ആദ്യം മുതൽ തന്നെ വളരെ ഭംഗിയായി ഇതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം വളരെ ഓടി നടന്ന് ചെയ്യുകയുണ്ടായി. എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ഇതിന് പറ്റിയതായിട്ടുള്ള ആളുകളെ പല ഇടങ്ങളിൽ നിന്ന് ക്രമീകരിച്ചു. കൺവെൻഷൻ പ്രസംഗകർ, അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്നിക്കലായിട്ട് പ്രവർത്തിക്കേണ്ടവർ, കൺവെൻഷൻ കൊയർ, ഇതിൻ്റെ എല്ലാം ക്രമീകരണങ്ങൾ, ആദ്യോടന്തമുള്ള എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകിയത് മിസ്റ്റർ ജോൺ വർഗീസാണ്, റീച്ചാനാണ്. ഇടവകയുടെ പേരിൽ പ്രിയപ്പെട്ട ജോൺ വർഗീസ് ചാനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഈ കൺവെൻഷൻ കൊയർ, ഈ കൺവെൻഷൻ്റെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയ എല്ലാവർക്കുമുള്ള നന്ദി ഇപ്പോൾ മിസ്റ്റർ ജോൺ വർഗീസ് നിർവഹിക്കുന്നതാണ്. അതിനായിട്ട് മിസ്റ്റർ ജോൺ വർഗീസിനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ ജിജി മാത്യു അച്ഛൻ, ഇവാഞ്ചലിസ്റ്റ് മാത്യു ജോൺ, സെന്റ് തോമസ് കുടുംബാംഗങ്ങളെ, ഇടവ ചുമതലക്കാർ, കൈസ്ഥാന സമിതി അംഗങ്ങൾ, മണ്ഡലം അസംബ്ലി മെമ്പേഴ്സ്, ഈ കൺവെൻഷൻ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസ സമൂഹമേ, എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം ഈ യോഗത്തിന് നന്ദി രേഖപ്പെടുത്തുക എന്നതാണ്. കുവൈറ്റ് സെന്റ് തോമസ് ഇടവകയുടെ 13ാമത് കൺവെൻഷൻ ഈ മഹാമാരിയുടെ കാലയളവിലും ഇപ്രകാരം ഓൺലൈനായി ലോകം മുഴുവനുള്ള വിശ്വാസ സമൂഹത്തിനായി എത്തിക്കുവാൻ സാധിച്ചു എന്നത് സന്തോഷകരമായ കാര്യമാണ്. ഇപ്രകാരം അതിന് സാഹചര്യമൊരുക്കിയ സർവശക്തനായ ദൈവത്തിന് നന്ദി കരയേറ്റിക്കൊണ്ട് എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഈ കൺവെൻഷൻ ഇപ്രകാരം പ്ലാൻ ചെയ്തത് മുതൽ പ്രിയ ജിജി മാത്യു അച്ഛൻ ഇതിൻ്റെ മുൻപന്തിയിൽ നിന്ന് കൺവെൻഷൻ്റെ വിജയത്തിനായി എന്നോടും ഓഫീസ് ബേറേഴ്സിനോടും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു. ഈ കൺവെൻഷൻ്റെ വിജയത്തിനായി ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് വേണ്ട മാർഗനിർദ്ദേശങ്ങളും കൈത്താങ്ങലുകളും തന്ന പ്രിയ ജിജി മാത്യു അച്ഛനോട് കൈസ്ഥാന സമിതിയുടെ പേരിലും ഇടവകയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ നാമത്തിനുമുള്ള നന്ദി ഈ സമയം അറിയിക്കട്ടെ. ഈ വർഷത്തെ പാരീഷ് തീം, പാരീഷ് എ സാക്രിമെൻ്റൽ കമ്മ്യൂണിറ്റി, ഇടവക ഒരു കൗദാശിക സമൂഹം എന്ന വിഷയത്തിലൂന്നിയാണ് കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. അദൃശ്യനായ ദൈവകൃപയുടെ ദൃശ്യരൂപമാണ് കൂദാശ. കൂദാശ അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഇടവക ഒരു കൂദാശ സമൂഹമായി മാറുന്നത്. എന്നാൽ ഇടവക ഒരു കൂദാശയായി മാറണം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 12 അധ്യായങ്ങളിലും അബ്രഹാമിനെ പറ്റിയും യാക്കോബ്, യോസഫ് എന്നീ പിതാക്കന്മാരെ പറ്റി 14 അധ്യായങ്ങളിലും പറയുന്നു. എന്നാൽ ഇസ്ഹാക്കിനെ പറ്റി 26 അധ്യായത്തിൽ മാത്രമേ പറയുന്നുള്ളൂ. മറ്റ് പിതാക്കന്മാരെ പോലെ ഇസ്ഹാക്കിന് പറയത്തക്ക പ്രസക്തിയില്ല. ഇസ്ഹാക്ക് സാധാരണ ജീവിതം നയിച്ച് ദൈവത്തെ തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയ വ്യക്തിയായിരുന്നു. ഇസ്ഹാക്കിൻ്റെ ജീവിതം ഒരു കൂദാശയായിരുന്നു. ഇസ്ഹാക്ക് ദൈവത്തിന് യാഗപീഠം പണിതു. അബ്രഹാം ദൈവത്തിന് വില കൊടുത്തു. ഇസ്ഹാക്കും പോകുന്നിടത്തെല്ലാം യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ അർപ്പിക്കുവാനുള്ളതല്ല ആരാധനയെന്നും സാഹചര്യം പ്രതികൂലമായിരിക്കുമ്പോൾ ചെയ്യേണ്ടതാണ് ആരാധന. 2, കൂടാരം അടിച്ചു. ഇസ്ഹാക്ക് വാഗ്ദത്ത ദേശത്ത് പോലും കൂടാരമാണ് അടിച്ചതെന്നും ഈ ഭൂമി നമ്മുടെ ഇടത്താവളമാണ് എന്നും നമ്മളിവിടെ കൂടാരവാസികളാണ് എന്നും ഭൗമികരല്ല സ്വർഗീയരാകണമെന്നും അച്ഛൻ നമ്മെ ഉദ്ബോധിപ്പിച്ചു. 3, കിണർ കുഴിച്ചു. ഇസ്ഹാക്ക് മരുഭൂമിയിലാണ് കിണർ കുഴിച്ചത്. വെള്ളം ലഭിച്ചതുവഴി മരുഭൂമി ഒരു മരുപ്പച്ചയായി മാറി. നമ്മൾ മുഖാന്തരം ഈ ലോകം വെളിച്ചമാകണം. ഇസ്ഹാക്ക് കുഴിച്ച കിണറുകൾ തനിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, ആവശ്യക്കാർക്ക് എല്ലാം കൊടുത്തു. അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കുമ്പോഴാണ് നാം ഒരു കൂദാശയായി മാറുന്നത്. 4, വിരുന്ന് നൽകി. കൂദാശ മറ്റുള്ളവരുമായിട്ടുള്ള അനുരഞ്ജനത്തിലും അവർക്ക് നമ്മെപ്പറ്റിയുള്ള സാക്ഷ്യത്തിലുമാണ് വെളിപ്പെടുന്നത്. വിരുന്ന് അനുരഞ്ജനത്തിനും സാക്ഷ്യത്തിനുമുള്ള അവസരമാണ്. മറ്റുള്ളവർ നമ്മളിലൂടെ ദൈവത്തെ കാണുമ്പോൾ നാം ഒരു കൂദാശയായി മാറുമെന്ന് ഉൽപ്പത്തി പുസ്തകം 26 അധ്യായം 24 മുതൽ 34 വരെയുള്ള വചനങ്ങളെ ആസ്പദമാക്കി സഭയിലെ പ്രഗത്ഭ പട്ടക്കാരനും ഇപ്പോൾ അടൂർ ഏനാത്ത് ഇടവവികാരിയുമായ റവറൻ ഡോക്ടർ ഷാംബി തോമസ് 1-ാം ദിവസം നമ്മോട് വചനത്തിൽ നിന്നും സംസാരിച്ചു. അച്ഛനോട് സെന്റ് തോമസ് ഇടവയുടെ നാമത്തിലും കൈസ്ഥാന സമിതിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ നാമത്തിനുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളട്ടെ. സഭയുടെ ജീവിതശൈലി യൂക്രിറ്റിക് ലൈഫ് സ്റ്റൈൽ ആയിരിക്കണമെന്നും യൂക്രിറ്റിക് ലൈഫ് സ്റ്റൈൽ എന്നാൽ വി ആർ കോൾ ടു സെർവ്, സഫർ ആൻഡ് സാക്രിഫൈസ് എന്നാണ്. നമുക്ക് പ്രസംഗമുണ്ട്, എന്നാൽ യൂക്രിറ്റിക്സ് ലൈഫ് സ്റ്റൈൽ ജീവിതം ഉണ്ടായിരിക്കണം. ലോകം സഭയെ ഉറ്റുനോക്കുന്നു. ഒരു കാലത്ത് പൂർവ്വപിതാക്കന്മാരിൽ കൂടി ലഭിച്ചിരുന്ന മാതൃകകൾ, നന്മകൾ, ദർശനങ്ങൾ
വീണ്ടും ലഭിക്കുവാൻ കർത്താവ് പ്രതീക്ഷിക്കുന്ന തരത്തിൽ സഭ ഉയരണം. അതായത് നമ്മളെയും കർത്താവ് ജീവിച്ചതുപോലെ ജീവിക്കുവാൻ, കർത്താവിൻ്റെ ജീവിതശൈലി പിൻപറ്റുവാൻ സഭയ്ക്ക് സാധിക്കണം. അപ്പോഴാണ് സഭ ഒരു കൗദാശിക സമൂഹമായി മാറുന്നത്. കുമ്പസാരം എന്ന കൂദാശയിൽ നാം സംബന്ധിക്കുമ്പോൾ നമ്മളൊരു സോറി പറയുകയല്ല, മറിച്ച് നമ്മളൊരു പോസിറ്റീവ് ജീവിതശൈലിയിലേക്ക്, അതായത് വി ആർ ഡിസൈഡഡ് ടു ഗോ ബാക്ക് ടു ലീഡ് എ ഗുഡ് ലൈഫ്, അപ്രകാരം ജീവിച്ച് ഒരു കൗദാശിക തീരുവാൻ സാധിക്കട്ടെ എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി അഫ്യോനിയ ഡോക്ടർ യാക്കി മാർ കൂർലോസ് തിരുമേനി നമ്മളോട് സംസാരിച്ചു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളുടെ വചനത്തിൽ നിന്നും സംസാരിച്ച തിരുമേനിയോട് കുവൈറ്റ് സെൻറ് തോമസ് ഇടവയുടെ പേരിലും കൈസ്ഥാന സമിതിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ നാമത്തിലുമുള്ള നന്ദി ഈ സമയം അറിയിക്കട്ടെ. ദാവീദിനെ അതിസമർത്ഥനായ ഭരണകർത്താവ്, കോമളരൂപി, യഹോവയുടെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, പവിഴ നിറമുള്ളവൻ എന്നീ നിരകളിൽ അറിയപ്പെടുന്നു. എന്നാൽ ദൈവത്തിന് വിരോധമായി പാപം ചെയ്തതുമൂലം ദാവീദിനും രാജ്യത്തിനുമുള്ള ശിക്ഷ ലഭിക്കുന്നു. അനുതാപ ഹൃദയമെടുത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വന്ന ദാവീദ് ദൈവം നൽകുന്ന പാപ പരിഹാര നിർദ്ദേശമാണ് യെബൂസ്യനായ ഒർണാൻ എന്ന ആളിൻ്റെ ഗോതമ്പ് കളം വാങ്ങി അതിൽ യാഗപീഠം പണിത് ഹോമയാഗം അർപ്പിച്ച് ദേശത്തിന് എതിരെയുള്ള യഹോവയുടെ കോപം നീങ്ങിപ്പോകുന്നു. പ്രാർത്ഥന നാം ദൈവത്തോട് സംസാരിക്കുന്നതും ദൈവം നമ്മോട് സംസാരിക്കുന്നതുമാണ് എന്നും നമ്മുടെ ജീവിതമാകുന്ന കളം പ്രാർത്ഥനകളുടെ യാഗപീഠം ആയി മാറ്റണമെന്നും, തീ ദൈവസാന്നിധ്യത്തെയും ശുദ്ധീകരണത്തെയും കുറിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ലഭിച്ച ഉത്തരമാണ് ഓർണാൻ്റെ കളം. നമ്മുടെ ജീവിതത്തിൽ ആരാധനയ്ക്കുള്ള സ്ഥലമായി രൂപാന്തരപ്പെടണം. നമ്മുടെ ജീവിതമാകുന്ന കളത്തെ ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം അത് ദേവാലയമാക്കി മാറ്റുമെന്നും കടശയോഗത്തിൽ ദിനവൃത്താന്തം 21:19-28 വരെയുള്ള വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇവാഞ്ചലിസ്റ്റ് മാത്യു ജോൺ വാളക്കുഴി മാർത്തോമ ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷൻ നമ്മോട് ദൈവവചനത്തിൽ നിന്നും സംസാരിച്ചു. ഇവാഞ്ചലിസ്റ്റ് മാത്യു ജോണിനോട് കുവൈറ്റ് സെൻറ് തോമസ് ഇടവയുടെ നാമത്തിലും കൈസ്ഥാന സമിതിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ നാമത്തിലുള്ള നന്ദി ഈ സമയം അറിയിച്ചുകൊള്ളട്ടെ. കൺവെൻഷൻ്റെ പോലെ തന്നെ പ്രധാനമാണല്ലോ കൺവെൻഷൻ്റെ ഗാനശുശ്രൂഷ. ഈ ഗാനശുശ്രൂഷയ്ക്ക് വേണ്ട പാട്ടുകൾ പഠിപ്പിക്കുന്നതിനും അതിന് നേതൃത്വം നൽകിയത് ആൻഡ്രൂസ് ചെറിയാനാണ്. ആൻഡ്രൂസ് ചെറിയാനോടുള്ള നന്ദി ഈ സമയം അറിയിക്കട്ടെ. ഈ 3 ദിവസത്തെയും ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ എബ്രഹാം വർഗീസ്, രഞ്ജീവ് വർഗീസ്, ചാക്കോ ഡാനിയൽ എന്നിവരോടുള്ള നന്ദി ഈ സമയം അറിയിക്കട്ടെ. ഈ കൺവെൻഷന് ഗാനങ്ങൾ ആലപിച്ച എല്ലാ കൺവെൻഷൻ ഗായ സംഘാംഗങ്ങളോടും ഉള്ള നന്ദി ഈ സമയം അറിയിക്കട്ടെ. ഈ ഗാനശുശ്രൂഷയ്ക്ക് ഓർഗൻ വായിച്ച റോഹൻ വാണി, ഡ്രംസ് വായിച്ച ക്രിസ് ജോസ്കോശി എന്നിവരോടുള്ള ഇടവകയുടെ നന്ദി ഈ സമയം അറിയിക്കട്ടെ. ഈ കൺവെൻഷൻ്റെ ക്രമീകരണങ്ങൾ വേണ്ട കൈത്താങ്ങുകൾ തന്ന ഇടവ ചുമതലക്കാരോടും, പ്രത്യേകിച്ച് ഇതിനോടൊപ്പം ചേർന്ന് എന്നോടൊപ്പം പ്രവർത്തിച്ച ഇടവക വൈസ് പ്രസിഡന്റ് ഷിബു ചെറിയാനോടും, ഇടവ സെക്രട്ടറി സന്തോഷ് വർഗീസ്, ഇടവക ട്രസ്റ്റി എബ്രഹാം മാത്യു എന്നിവരോടുള്ള നന്ദി ഈ സമയം അറിയിക്കട്ടെ. കൺവെൻഷൻ്റെ 3 ദിവസവും മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയ ഷിബു ചെറിയാൻ, ലിസി ഡാനിയൽ, ജോൺ അലക്സാണ്ടർ എന്നിവരോടും, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ജോളി കൊച്ചുമ്മൻ, തോമസ് പി എബ്രഹാം, തോമസ് സി ജോർജ് എന്നിവരോടും, പാഠങ്ങൾ വായിച്ച റോയി വർഗീസ്, സി എം ഫിലിപ്പ്, മിസ്സസ് ഏലിക്കുട്ടി എബ്രഹാം എന്നിവരോടുള്ള നന്ദി ഈ സമയം അറിയിക്കട്ടെ. കൺവെൻഷൻ്റെ മീഡിയ, ഗ്രാഫിക്, ഓഡിയോ, വീഡിയോ, ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്ത് സഹായിച്ച ആശിഷ് കുര്യൻ മാത്യു, അലക്സ് കുഞ്ഞപ്പൻ, സിജു ചാക്കോ എന്നിവരോട് ഇടവയുടെ നാമത്തിലും എൻ്റെ വ്യക്തിപരമായ നാമത്തിലുള്ള നന്ദി ഈ സമയം അറിയിക്കട്ടെ. ഈ കൺവെൻഷൻ സൂം ഹോസ്റ്റ് ചെയ്ത ക്രിസ്റ്റി തോമസ് ആണ്. ക്രിസ്റ്റിയോടുള്ള നന്ദി ഈ സമയം അറിയിക്കട്ടെ. ഈ കൺവെൻഷൻ ലോകം മുഴുവനുള്ള വിശ്വാസ സമൂഹത്തിന് കാണുവാനും ശ്രവിക്കുവാനും ഉള്ള സാഹചര്യം ഒരുക്കിയത് അബ്ബ ന്യൂസാണ്. അബ്ബ ന്യൂസിൻ്റെ എല്ലാ പ്രവർത്തകർക്കും മാനേജ്മെൻറ്റിനോടുമുള്ള സെൻറ് തോമസ് ഇടവയുടെ നന്ദി ഈ സമയം അറിയിക്കട്ടെ. ഈ കൺവെൻഷനിൽ സംബന്ധിച്ച എല്ലാ സെൻറ് തോമസ് കുടുംബാംഗങ്ങളോടും, നാട്ടിൽ നിന്നും ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന മുൻ ഇടവക അംഗങ്ങൾ, കുവൈറ്റിലെ സഹോദരി സഭകളിലെ പട്ടക്കാർ, ചുമതലക്കാർ, ഇടവക അംഗങ്ങൾ, ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹത്തിനും കുവൈറ്റ് സെൻറ് തോമസ് ഇടവയുടെ നാമത്തിലും കൈസ്ഥാന സമിതിയുടെ നാമത്തിലും എൻ്റെ വ്യക്തിപരമായ നാമത്തിലും ഉള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കട്ടെ. സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കൺവെൻഷൻ്റെ കടശി യോഗത്തിൽ നിൻ്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ അനുവദിച്ച ദയക്കായി സ്തോത്രം. ഇന്ന് അവിടുത്തെ അഭിഷിക്തദാസനിലൂടെ ഞങ്ങൾ കേട്ട വചനങ്ങൾ
ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാനൊക്കെ വേണം സഹായിക്കണമേ. ഞങ്ങളുടെ ഇടവക ഞങ്ങൾ കൗദാശിക സമൂഹമായും വ്യക്തികളായും നിലനിൽപ്പാനൊക്കെ വേണം ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, ചുമതലകളെല്ലാം നീ ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടെ കർത്താവെ പ്രവർത്തിപ്പാനും ജീവിപ്പാനും, അങ്ങനെ ഞങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഒരു കൂദാശയായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം ശുശ്രൂഷിച്ച അവിടുത്തെ അഭിഷക്തദാസനെ വാഴ്ത്തണമേ. തുടർന്നും അവിടുത്തെ ശുശ്രൂഷ ചെയ്യുവാനൊക്കെ വേണം നിൻ്റെ വചനം അനേകർക്ക് പ്രയോജനകരമായി നൽകത്തക്കവണ്ണം നിൻ്റെ ദാസനെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഈ വചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുന്ന് ആസ്വദിക്കണമേ. നിൻ്റെ നാമത്തിന് മഹത്വത്തിനായി നിലനിൽപ്പാനൊക്കെ വേണം ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുന്ന് സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യണമേ. യേശു മശിഹായുടെ നാമത്തിലുള്ള പ്രാർത്ഥന ദയപൂർവ്വം കേൾക്കുമാറാകണമേ. ആമീൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും ഈ വചനം കേട്ട എല്ലാ വ്യക്തികളോടുകൂടെ നാം എല്ലാവരോടും കൂടെ ഇരുന്ന് ഇടവകയും സമൂഹമായും കൂദാശയായും കൗദാശികമായും നിലനിൽപ്പാൻ നമ്മളെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമീൻ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. സ്തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ ആദിപനായി വന്ന ദൈവകുഞ്ഞാടിനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ, ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ. ലോകപാപച്ചുമടിയിൽ ശിരസ്സു കൊണ്ടു ചുമന്നൊഴിപ്പതിന് കുരിശെടുത്തു ഗോൽഗോഥാവിൽ പോയോനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുവേ. യേശുനാമത്തിനു ജയം, അല്ലലെല്ലാം അവൻ അകലെ കളയുമേ. യേശു രാജാവിനോശാന, നല്ലവനാം യേശുനാഥന്മാരും സർവ വല്ലഭ യേശുവേ വേഗം വരണമേ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരേണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.